ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിൽ നിന്നുള്ള 11ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിന്ന് 11ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിൽ നിന്നുള്ള. അതുപോലെ തന്നെ നമ്മൾ SCERT 7ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസാണ് കംപ്ലീറ്റ് ആക്കാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് 11ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. വിവേചനത്തിനെതിരെ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ്, നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യമായിട്ട് ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ അതൊന്ന് പറഞ്ഞു പോവുകയാണ്. ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ള മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥനാക്കുന്നു. ഇതേ മേധാവിത്വം എൻ്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു. ഈ രാജ്യത്തെ പാർലമെൻറ്റ് കാരണമാണ് ഞാൻ വോട്ടവകാശം ഇല്ലാത്തവനായി തീർന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്കൊരു തുണ്ട് ഭൂമിയില്ല, എന്നിട്ടും ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നിടത്തേക്ക് നിർബന്ധപൂർവം ഞങ്ങളെ പറഞ്ഞുവിടുന്നു. അനേക വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതികൾക്കും യാതനകൾക്കും കാരണമാകുന്ന അതേ വർണ്ണവിവേചനം നിഷ്പക്ഷമായ ഒരു വിചാരണ എനിക്ക് ലഭ്യമാക്കുമെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അപ്പോൾ നെൽസൺ മണ്ടേലയുടെ പ്രിറ്റോറിയ വിചാരണ 1962 പ്രിറ്റോറിയ വിചാരണ എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അപ്പോൾ നമ്മുടെ ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് നമ്മൾ എന്ത് ചെയ്തത്, മുകളിൽ വായിച്ചത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനായിരുന്നു ആര്? നമ്മുടെ നെൽസൺ മണ്ടേല. ഏത് സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിചാരണ നേരിടേണ്ടി വന്നത്? നമ്മൾ പറഞ്ഞു വർണ്ണവിവേചനം, അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ വ്യക്തിയാണ് ആര്? നെൽസൺ മണ്ടേല. അപ്പോൾ വർണ്ണത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ വിമോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് ആര്? നെൽസൺ മണ്ടേല. സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് 3 ദശാബ്ദത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ നെൽസൺ മണ്ടേല എത്ര വർഷമാണ് ജയിൽവാസം അനുഭവിച്ചതെന്ന് ചോദിച്ചാൽ 3 ദശാബ്ദം, അതായത് 30 വർഷത്തോളം അദ്ദേഹം എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കയിൽ ജയിലിൽ കഴിയേണ്ടി വന്നു. ദക്ഷിണാഫ്രിക്ക എന്ന ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്ന വൻകര ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആഫ്രിക്കൻ വൻകര. പേരിൽ തന്നെയുണ്ട് അല്ലേ? ആഫ്രിക്കൻ വൻകരയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ദക്ഷിണാഫ്രിക്ക, ആഫ്രിക്കൻ വൻകരയുടെ തെക്ക് ഭാഗത്ത്, ഇതാണ് തെക്ക് ഭാഗം അല്ലേ? അപ്പോൾ ഇവിടെയായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇനി നോക്കാം, ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനം, ഭൂപ്രകൃതി എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേയറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇത്? ദക്ഷിണാഫ്രിക്ക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ് അവിടുത്തെ ഭൂപ്രകൃതിയുടെ വൈവിധ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതയാണ് ഏത് രാജ്യത്തിൻ്റെ പ്രത്യേകത? ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകത. വിശാലമായ തീരപ്രദേശങ്ങൾ, വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും, ഉയർന്ന പർവ്വത നിരകൾ, വൻ നദികൾ, വെള്ളച്ചാട്ടങ്ങൾ, വരണ്ട മരുപ്രദേശം തുടങ്ങിയവ ഈ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. വൈവിധ്യമാർന്നതാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്? സമതലങ്ങളുണ്ട്, പീഠഭൂമികളുണ്ട്, പർവ്വതനിരകൾ, നദികൾ, അതുപോലെ വെള്ളച്ചാട്ടങ്ങൾ, മരുപ്രദേശങ്ങൾ എന്നിവയൊക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ്, നമ്മുടെ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ്. ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യ സമ്പത്ത് ഇവ യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലേക്ക്
ആകർഷിച്ചു. അപ്പോൾ യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിക്കാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്തൊക്കെയാണ്? ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത്, അവിടുത്തെ കാലാവസ്ഥ, മനുഷ്യ സമ്പത്ത്, ഇവയൊക്കെയാണ് യൂറോപ്യരെ എങ്ങോട്ടേക്ക് ആകർഷിച്ചത്? ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചത്. ഇനി ഏതെല്ലാം അക്ഷാംശ രേഖകൾക്കിടയിലാണ് ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതൊക്കെ രേഖാംശ രേഖകൾക്കിടയിലാണ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾക്കിടയിലാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ദക്ഷിണ അക്ഷാംശത്തിലാണ്. ദക്ഷിണ അക്ഷാംശമാണെങ്കിൽ അപ്പോൾ ദക്ഷിണ അക്ഷാംശം 22 ഡിഗ്രി സൗത്തിനും 35 ഡിഗ്രി സൗത്തിനും ഇടയിലാണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം എന്താണ്? 22 ഡിഗ്രി സൗത്തിനും 35 ഡിഗ്രി സൗത്തിനും ഇടയിലായിട്ടാണ് ദക്ഷിണ അക്ഷാംശം, അക്ഷാംശരേഖ എന്ന് പറയുന്നത് 22 സൗത്തിനും 35 ഡിഗ്രി സൗത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി രേഖാംശ രേഖ എന്ന് പറയുന്നത് എങ്ങനെയാണ്? രേഖാംശ രേഖ പറയുമ്പോൾ 16 ഡിഗ്രി ഈസ്റ്റിനും 33 ഡിഗ്രി ഈസ്റ്റിനും ഇടയിലായിട്ടാണ് ആ രേഖാംശം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദക്ഷിണാഫ്രിക്കയുടെ അക്ഷാംശ രേഖാംശ രേഖകളാണ് പറയുന്നത്. എത്രയാണ്? 22 ഡിഗ്രി സൗത്തിനും 35 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള അക്ഷാംശ രേഖ. അതുപോലെ രേഖാംശ രേഖ എങ്ങനെയാണെന്ന് പറഞ്ഞു? 16 ഡിഗ്രി ഈസ്റ്റിനും 33 ഡിഗ്രി ഈസ്റ്റിനും ഇടയിലുള്ള രേഖാംശ രേഖകൾക്കിടയിലാണ് ഏത് രാജ്യം സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ശുഭപ്രതീക്ഷ മുനമ്പ് അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്താണ് എന്നാണ് നോക്കുന്നത്. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ശുഭപ്രതീക്ഷ മുനമ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് എവിടെയായിട്ടാ? അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലെങ്കിൽ ഏതാണ്? ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്നത്. യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയാലേ ഏഷ്യ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ യൂറോപ്യന്മാർക്ക് എവിടെയാ? യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ എവിടെ വരണം? ആഫ്രിക്കൻ വൻകരയെ ചുറ്റണം. ഈ ആഫ്രിക്കൻ വൻകരയെ ചുറ്റിയാൽ മാത്രമേ അവർക്ക് എവിടെ എത്താൻ പറ്റൂ? ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ അവർക്ക് എവിടെ പോകാൻ പറ്റത്തുള്ളൂ? ഏഷ്യ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിൽ ഇവിടം അറിയപ്പെടുന്ന പേരാണ് ശുഭപ്രതീക്ഷ മുനമ്പ്. അപ്പോൾ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം എന്താണ്? ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്നാണ് എന്തിൻ്റെ അർത്ഥം? ശുഭപ്രതീക്ഷ മുനമ്പിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ദക്ഷിണാഫ്രിക്ക കോളനിവൽക്കരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. കോളനിവൽക്കരണത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ പ്രദേശത്തിൻ്റെയും ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിക്കുന്നു. എന്നിട്ടോ രാഷ്ട്രീയവും സാംസ്കാരികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുവരുന്നതിന് പറയുന്ന പേരാണ് കോളനിവൽക്കരണം. ഇനി ദക്ഷിണാഫ്രിക്ക കോളനിവൽക്കരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സാൻ, ഖോസ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ അറിയപ്പെട്ടിരുന്ന പേര് ചോദിച്ചാൽ എന്തൊക്കെയാണ്? സാൻ എന്നും ഖോസ എന്നും അറിയപ്പെടുന്ന രണ്ട് ഗോത്ര വിഭാഗമാണ് എവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആദിമ നിവാസികളാണ് എവിടെ ഉണ്ടായിരുന്നത്? ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തിയ ഗോത്ര വിഭാഗക്കാരായിരുന്നു ആദ്യമായി ഇവിടേക്ക് കുടിയേറ്റം നടത്തിയത്. അപ്പോൾ ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് കുടിയേറിയത് ആരാണ്? ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഗോത്ര വിഭാഗക്കാരായിരുന്നു.
15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിലെത്തി തുടങ്ങി. അപ്പോൾ യൂറോപ്യന്മാർ ദക്ഷിണാഫ്രിക്കയിലെത്തി തുടങ്ങിയതെന്നാണ് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും യൂറോപ്യന്മാർ എന്ത് ചെയ്തു, നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തി തുടങ്ങി. ഈ 17-ാം നൂറ്റാണ്ടോടുകൂടി എന്ത് ചെയ്തു, ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ശക്തമായി. അപ്പോൾ യൂറോപ്യന്മാർ ദക്ഷിണാഫ്രിക്കയിലേക്ക് കുടിയേറിപ്പാർക്കാൻ തുടങ്ങിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ്. പക്ഷേ ഡച്ചുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നതെന്ന് ചോദിച്ചാൽ എന്നാണ്, 17-ാം നൂറ്റാണ്ടിലാണെന്ന് പറയാം. 17-ാം നൂറ്റാണ്ടോടുകൂടി എന്ത് ചെയ്തു, ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ശക്തമായി. കേപ്പ് ഡൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറുകയും ചെയ്തു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കോളനിയായി മാറിയ പ്രധാന പ്രദേശമാണ് ഏത്, കേപ്പ് ഡൗൺ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ഡച്ചുകാരുടെ കോളനി ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കേപ്പ് ഡൗൺ ആണ്. 18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ വരുന്നു, അത് കഴിഞ്ഞ് 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ എവിടെ എത്തിച്ചേർന്നു, നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. അപ്പം 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ വന്നത് ഒരുപാട് ദുരുദ്ദേശത്തോടു കൂടിയായിരുന്നു. എന്തൊക്കെയായിരുന്നു നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. എങ്ങനെയാണ്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടൻ എവിടോട്ട് വന്നത്, ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. ഇനി നമ്മൾ പറയുന്നത് ഗ്രേറ്റ് ട്രക്കിനെ കുറിച്ചാണ്. എന്താണ് ഗ്രേറ്റ് ട്രക്ക്? ട്രക്കല്ലാട്ടോ, ട്രക്കാണ് ഗ്രേറ്റ് ട്രക്ക്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ബൂവേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ബൂവറുകൾ ആരാണ്? ബൂവറുകൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലാൻഡ് അല്ലെങ്കിൽ ഡച്ചുകാരുടെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നെതർലാൻഡ് എന്ന്. അപ്പം ഡച്ചുകാരുടെ മറ്റൊരു പേരാണ് എന്ത്, നെതർലാൻഡുകാരെന്നറിയപ്പെടുന്നതും ഡച്ചുകാരാണ്. അതുപോലെ ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ. അപ്പോൾ ബൂവർ ആരാണ്? യൂറോപ്പിൽ നിന്നും ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ ഡച്ചുകാരുടെയും ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ പിന്മുറക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൂവറുകൾ എന്ന് പറയുന്നത്. കൃഷിക്കാരൻ എന്നാണ് ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം. ബൂവർ എന്ന് പറയുന്നത് ഡച്ച് പദമാണ്. ഈ ബൂവർ എന്ന് പറയുന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം എന്താണ്? കൃഷിക്കാർ എന്നാണ്. പിൽക്കാലത്ത് ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു. അപ്പോൾ ബൂവർ വർഗ്ഗക്കാർ പിൽക്കാലത്ത് അറിയപ്പെട്ട പേരെന്താണ്? അല്ലെങ്കിൽ പിൽക്കാലത്ത് ആഫ്രിക്കാനർ എന്നറിയപ്പെട്ടിരുന്ന വർഗം ആരാണ്? ബൂവർ വർഗ്ഗക്കാരാണ്. ഇവരുടെ സംസ്കാരം അറിയപ്പെട്ടിരുന്ന ഭാഷ അല്ലെങ്കിൽ അവരുടെ ഭാഷ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ആഫ്രിക്കാൻസ് എന്നാണ്. അപ്പോൾ ആഫ്രിക്കാൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആഫ്രിക്കാനർ ബൂവറാണ്. ആഫ്രിക്കാൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ സംസ്കാരവും ഭാഷയും ഒക്കെയാണ്. ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനിവൽക്കരണ പദ്ധതികൾ ബൂവർമാരെ എങ്ങനെ ബാധിച്ചുവെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ ഡച്ചുകാരിൽ നിന്ന് ഏതാണ് കേപ്പ് കോളനി ആര് പിടിച്ചെടുത്തു? ദക്ഷിണാഫ്രിക്ക. ഡച്ചുകാരിൽ നിന്ന് ആരാണ്? ബ്രിട്ടൻ കേപ്പ് കോളനി പിടിച്ചെടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഡച്ചുകാരുടെ ആദ്യത്തെ കോളനിയായിരുന്നു ഏതെന്ന് പറയുന്നത്? കേപ്പ് ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേപ്പ് ടൗൺ എന്ന് പറയുന്ന ഈ കോളനി ആര് പിടിച്ചെടുത്തു? ബ്രിട്ടൻ പിടിച്ചെടുത്തു. എന്നിട്ട് ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി. എന്തായിരുന്നു? ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ അവിടെ ഡച്ച് ഭാഷയാണ്, ഡച്ചുകാരുടെ സ്ഥലമാണല്ലോ കേപ്പ് ഡൗൺ. അപ്പോൾ അവിടെ ആ കോളനി അവർ പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു? ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ഡച്ച് ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി. അപ്പോൾ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഡച്ച് ഭാഷയ്ക്ക് പകരം ഏത് ഭാഷയാണ് നമ്മുടെ കേപ്പ് ടൗണിലെ പ്രധാന ഭാഷയാക്കിയത്, അല്ലെങ്കിൽ കേപ്പ് കോളനിയിലെ പ്രധാന ഭാഷയാക്കിയത്? ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ എന്താക്കി മാറ്റി? പ്രധാന ഭാഷയാക്കി മാറ്റി.
19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പോൾ ബ്രിട്ടൻ എന്ത് ചെയ്തു? തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു. അടിമകളെയൊക്കെ എന്ത് ചെയ്തു? ഒഴിവാക്കി. ഇനി ആരും അടിമകളല്ല, അടിമത്തം എന്ത് ചെയ്തു? നിരോധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ഭൂവറുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അപ്പോൾ ബ്രിട്ടൻ അടിമത്തം നിരോധിച്ചത് ആരെ പ്രതികൂലമായി ബാധിച്ചു? അടിമകളെ ഉപയോഗിച്ച് കൃഷി നടത്തിയിരുന്ന ഭൂവർ വർഗ്ഗക്കാരെ ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചു. അപ്പോൾ ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ഭൂവറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത് എന്താണ്? ഭൂവർ വർഗ്ഗക്കാരുടെ പലായനത്തിന് പറയുന്ന പേരാണ് ഗ്രേറ്റ് ട്രക്ക്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ചേരുംപടി ചേർക്കാനോ ഒക്കെ ചോദിക്കാം. ഗ്രേറ്റ് ട്രക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭൂവർ വർഗ്ഗക്കാർ നടത്തിയ പലായനമാണ് ഏത്? ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കേപ്പ് ടൗണിൽ നിന്ന് ഇവർ എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കയുടെ ഉൾഭാഗങ്ങളിലേക്ക് കുടിയേറി. അതാണ് ഗ്രേറ്റ് ട്രക്ക്. ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് ഭൂവറുകൾ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. അപ്പോൾ ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചത് എവിടെയൊക്കെയാണ്? ഈ ഭൂവറുകൾ ട്രാൻസ്വാളിലും ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലും നേറ്റാളിലുമാണ് ഈ ഭൂവർ വർഗ്ഗക്കാർ എന്ത് ചെയ്തത്? റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചത്. അപ്പോൾ ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആരാണ്? യെസ്, ഭൂവറുകളാണ്. അപ്പോൾ ഭൂവറുകൾ എവിടെയാണ് റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചത് എന്ന് തിരിച്ചും ചോദിക്കാം. അപ്പോൾ ഏതാണ്? ട്രാൻസ്വാള്, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാള്. ഇനി നമ്മൾ പറയുന്നത് ഭൂവർ യുദ്ധങ്ങളെക്കുറിച്ചാണ്. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ഭൂവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഭൂവർ റിപ്പബ്ലിക്കിൻ്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോൾ എന്ത് സംഭവിച്ചു? ഭൂവർ വർഗ്ഗക്കാർ റിപ്പബ്ലിക്ക് സ്ഥാപിച്ചു. നമ്മൾ പറഞ്ഞു ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവരെന്ത് ചെയ്തു? അവർ റിപ്പബ്ലിക്ക് സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ഈ സ്ഥലത്ത് റിപ്പബ്ലിക്കിൻ്റെ അധീന പ്രദേശങ്ങളിൽ എന്ത് ചെയ്തു? സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ്ണ വജ്ര ഉൽപാദകരായി ദക്ഷിണാഫ്രിക്ക മാറി. അങ്ങനെയാണ് ദക്ഷിണാഫ്രിക്ക എന്തായി മാറിയത്? ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ വജ്ര ഉൽപാദകരായിട്ട് ആര് മാറിയത്? ദക്ഷിണാഫ്രിക്ക മാറിയത്. ഭൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചതോടെയാണ് ഭൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തു? ഈ ഭൂവർ റിപ്പബ്ലിക്കുകളെ ആര് പിടിച്ചെടുക്കാൻ നോക്കി? ബ്രിട്ടീഷുകാർ തങ്ങളുടെ കോളനി പ്രദേശങ്ങളാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇതോടെ എന്തിന് തുടക്കം കുറിച്ചു? ഭൂവർ യുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ ഭൂവർ യുദ്ധം ആരംഭിക്കാനുള്ള കാരണം ഇതായിരുന്നു. ഇനി ഒന്നാം ഭൂവർ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഒന്നാം ഭൂവർ യുദ്ധം? കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ഭൂവറുകളിൽ നിന്നും ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. അപ്പോൾ ട്രാൻസ്വാളിൽ നമ്മൾ പറഞ്ഞു റിപ്പബ്ലിക്കായിരുന്നു. നമ്മുടെ ഭൂവറുകൾ റിപ്പബ്ലിക്ക് ആയിട്ട് പ്രഖ്യാപിച്ച സ്ഥലത്തിലൊന്നാണ് ട്രാൻസ്വാൾ. അപ്പോൾ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഭൂവറുകളിൽ നിന്ന് എന്ത് പിടിച്ചെടുത്തു? ട്രാൻസ്വാൾ പതുക്കെ പിടിച്ചെടുത്തു. പക്ഷേ ഇതോടെ ഒന്നാം ഭൂവർ യുദ്ധം ആരംഭിച്ചു. ഒന്നാം ഭൂവർ യുദ്ധത്തിൻ്റെ കാലഘട്ടം ചോദിച്ചാൽ 1880-81 കാലയളവിലാണ് ഭൂവർ യുദ്ധം, ഒന്നാം ഭൂവർ യുദ്ധം നടക്കുന്നത് എന്നാണ്. 1880-81 കാലയളവിൽ ഈ യുദ്ധത്തിൽ ഭൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ യുദ്ധത്തിൽ ആരാ വിജയിച്ചത്? യുദ്ധത്തിൽ ഭൂവറുകൾ വിജയിച്ചു. ഭൂവർ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? ട്രാൻസ്വാള്, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാള് ഇവ മൂന്നുമാണ് ഇവർ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചതെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത്
കൊണ്ട് എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് ആര് രൂപീകരിച്ചു? ബൂവറുകൾ രൂപീകരിച്ചു. ഏതിലൂടെയാ? ഒന്നാം ബൂവർ യുദ്ധത്തിലൂടെ. അപ്പോൾ ഒന്നാം ബൂവർ യുദ്ധത്തിൽ വിജയികൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം, ആരാണ്? ബൂവറുകളാണ് ഒന്നാം ബൂവർ യുദ്ധത്തിൽ വിജയിച്ചത്. ഇനി രണ്ടാം ബൂവർ യുദ്ധം നോക്കാം. സ്വർണ്ണ ഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത്. ബൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. അപ്പോൾ ബൂവർ ഭരണാധികാരികൾ എന്ത് ചെയ്തു? ഖനികളിൽ നികുതി ഏർപ്പെടുത്തി. ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. അപ്പോൾ ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ എന്ത് പറഞ്ഞു? അവർക്ക് വോട്ടവകാശം വേണമെന്ന് ആര് പറഞ്ഞു? ബ്രിട്ടൻ ബൂവർ വർഗക്കാരോട് പറഞ്ഞു. എന്നാൽ റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം എന്ത് ചെയ്തു? നിരസിച്ചു. അപ്പോൾ ബൂവർ വർഗക്കാർ ഇത് നിരസിക്കുകയും ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായ രണ്ടാം ബൂവർ യുദ്ധം 1899 1902 കാലയളവിൽ എന്ത് ചെയ്തു? ആരംഭിച്ചു. അപ്പോൾ രണ്ടാം ബൂവർ യുദ്ധം നടന്നത് എന്നാണ്? 1899 മുതൽ 1902 വരെയാണ് രണ്ടാം ബൂവർ യുദ്ധം നടന്നത്. അപ്പോൾ എന്താ കാരണം? രണ്ടാം ബൂവർ യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ ഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിന് നയിച്ചത്. അപ്പോൾ ബൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി എന്ന് പറഞ്ഞു. ഖനികളിലെ ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. അത് എന്ത് ചെയ്തു? റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിച്ചു. ഇതോടെ ദക്ഷിണാഫ്രിക്കയിലെ രണ്ടാം ബൂവർ യുദ്ധത്തിന് തുടക്കം കുറിച്ചു. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി. അപ്പോൾ രണ്ടാം ബൂവർ യുദ്ധത്തിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ആരെ പരാജയപ്പെടുത്തി? ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി. വെരിനിഗിങ് സന്ധി അനുസരിച്ച്, അപ്പോൾ ഏത് സന്ധിയാണ്? വെരിനിഗിങ് അല്ലെങ്കിൽ വെരിനിഗിങ് എന്നോ എന്താ എന്ന് വെച്ചാൽ വായിക്കാം. വെരിനിഗിങ് സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടൻ്റെ പരമാധികാരം അംഗീകരിച്ചു. അപ്പോൾ ബൂവറുകൾ ബ്രിട്ടൻ്റെ പരമാധികാരം അംഗീകരിച്ചത് ഏത് സന്ധി പ്രകാരമാണെന്ന് ചോദിച്ചാൽ വെരിനിഗിങ് എന്ന് പറയുന്ന സന്ധി പ്രകാരമാണ് എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർ ബൂവറുകളുടെ അല്ലെങ്കിൽ ബൂവർ വർഗക്കാരുടെ മേൽ ബ്രിട്ടീഷുകാർ തങ്ങളുടെ പരമാധികാരം അംഗീകരിച്ചത്. ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയം ഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തു? യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. അതിൻ്റെ പ്രത്യേകത എന്താണ്? ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയം ഭരണ പ്രദേശമായിട്ട് ഏത് മാറി? ഈ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക മാറി. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടനയനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനന്മാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. അപ്പോൾ ഇവിടെ എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ഭരണഘടന രൂപീകരിച്ചു. ആഫ്രിക്കയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക ആര് രൂപീകരിച്ചു എന്ന് പറഞ്ഞു? ബ്രിട്ടീഷുകാർ രൂപീകരിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടനയനുസരിച്ച് രണ്ട് വിഭാഗക്കാർക്ക്, ആർക്കൊക്കെയാണ്? ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനന്മാർക്ക്, അതായത് ബൂവർ വർഗക്കാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. കറുത്ത വർഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ ഇതോടെ എന്ത് ചെയ്തു? നിഷേധിക്കപ്പെട്ടു. അപ്പോൾ ഇതോടുകൂടി ബൂവർ വർഗക്കാർക്കും ബ്രിട്ടീഷുകാർക്കും എന്ത് ചെയ്തു? ഭരണഘടന അനുസരിച്ച് ഉയർന്ന സ്ഥാനവും പരിഗണനയും ഒക്കെ കിട്ടി. പക്ഷേ ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാരുടെ അവകാശങ്ങൾ ഇതോടെ എന്ത് ചെയ്തു? നിഷേധിക്കപ്പെട്ടു. ഇനി നമ്മൾ പറയുന്നത് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് വന്ന കാര്യമാണ്. മറ്റൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വരൂ നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കയിലുള്ള യാത്രാവേളയിൽ നടന്ന സംഭവമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? വിവരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത്? വരൂ നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. പക്ഷേ എനിക്ക് 1-ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതിൽ കാര്യമില്ല, നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നു. അയാൾ പ്രതികരിച്ചു. ഡർബനിൽ വെച്ച് ഈ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണെന്നും ഇതിൽ തന്നെ തനിക്ക് പോകണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. സാധ്യമല്ല, നിങ്ങൾക്കതിൽ പോകാനാവില്ല. നിങ്ങൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകണം. അല്ലാത്ത പക്ഷം നിങ്ങളെ പുറത്തേക്ക് എറിയാൻ വേണ്ടി എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരും എന്ന് ആ ഉദ്യോഗസ്ഥൻ ആരോട് പറഞ്ഞു? നമ്മുടെ ഗാന്ധിജിയോട് പറഞ്ഞു. അപ്പോൾ
ശരി, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ഞാൻ സ്വമേധയാ പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു എന്നാരാ പറഞ്ഞേ? നമ്മുടെ ഗാന്ധിജി പറഞ്ഞു. പോലീസുകാരൻ വന്നു, അയാൾ കൈക്ക് പിടിച്ച് എന്നെ പുറത്തേക്ക് തള്ളി, എൻ്റെ സാധനങ്ങളും പുറത്തേക്ക് എറിഞ്ഞു. വൈകിട്ടത്തെ തീവണ്ടി വന്നു, അതിൽ എനിക്കായി സംവരണം ചെയ്യപ്പെട്ട ഒരു ബർത്ത് ഉണ്ടായിരുന്നു. ഡർബനിൽ വച്ച് ഞാൻ നിരസിച്ച കിടക്കയ്ക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ മാരിറ്റ്സ്ബർഗിൽ ഞാൻ വാങ്ങി. അപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ ആത്മകഥയിൽ നമ്മുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്ന ആത്മകഥയിലെ കുറച്ച് വരികളാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അവസ്ഥയാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ എന്ത് ചെയ്തത്? വിവരിക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണെന്ന് മനസ്സിലായല്ലോ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണമാണ്. ആരുടെ പരീക്ഷണ കഥ എന്നതാണ് ഗാന്ധിജിയുടെ ആത്മകഥ എന്ന് പറയുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി 1893 ദക്ഷിണാഫ്രിക്കയിലെത്തിയത്. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയ വർഷം ചോദിച്ചാൽ 1893 അപ്രഖ്യാപിത വർണ്ണവിവേചനത്തിൻ്റെ കാലമായിരുന്നു അത്. അപ്പം ഈ സമയത്ത് എന്താണ്? വർണ്ണവിവേചനം നടക്കുന്ന കാലഘട്ടത്തിലാണ് ആര് വന്നത്? ഗാന്ധിജി വന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതി: ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമനിവാസികൾ. വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഗാന്ധിജിയുടെ. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച പത്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. ഈ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമനിവാസികൾ. വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തവരാണ്. അപ്പോൾ ഇതൊക്കെ കൊട്ടേഷൻ, ഈ കോട്ടൊക്കെ ചോദിക്കാം. രണ്ടാം ഭൂപർ യുദ്ധകാലത്ത് യുദ്ധക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അപ്പം ഗാന്ധിജി രണ്ടാം ഭൂപർ യുദ്ധകാലത്ത് എവിടെ ഉണ്ടായിരുന്നു? ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? യുദ്ധക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ആര് പങ്കെടുത്തു? നമ്മുടെ ഗാന്ധിജി പങ്കെടുത്തു. സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമര രീതികൾ ഗാന്ധിജി പരീക്ഷിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. അപ്പോൾ സത്യാഗ്രഹം, അതുപോലെ നിസ്സഹകരണം, പിന്നെന്താണ്, നിയമലംഘനം തുടങ്ങിയ സമര രീതികൾ ഗാന്ധിജി പരീക്ഷിച്ചത് എവിടെയാണ്? നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് ഏതറിയപ്പെടുന്നത്? ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഇനി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. ദക്ഷിണാഫ്രിക്ക ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി. അപ്പോൾ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലെ ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമാക്കിയ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ആ സമയത്ത് എന്ത് ചെയ്തു? അവിടെ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചു? വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടിയാണ് അധികാരത്തിലെത്തിയത്. പാർപ്പിടം, ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇവർ വെള്ളക്കാരുടെ നേതൃത്വത്തിലാണല്ലോ പാർട്ടി അധികാരത്തിൽ വന്നത്. അപ്പോൾ അതോടുകൂടി അവിടെ പാർപ്പിടം, ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങളാണ് ആര് കൊണ്ടുവന്നത്? ഈ വെള്ളക്കാർ കൊണ്ടുവന്നത്. കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ശക്തമായി. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിച്ചു. അപ്പോൾ കറുത്തവരും വെളുത്തവരും എന്നുള്ള വംശീയ വേർതിരിവുണ്ടായി. അവിടെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിച്ചു. ഈ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടത്. അപ്പോൾ പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടത് ഏത് സംഘടനയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് എന്ത് ചെയ്തത്? പിൽക്കാലത്ത് എന്തായി മാറിയത്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് അറിയപ്പെട്ടത്.
വിവേചനരഹിത ദക്ഷിണാഫ്രിക്ക പടുത്തുയർത്തുന്നതിനെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ പല സമരമാർഗങ്ങളും ആവിഷ്കരിച്ചു. അപ്പോൾ വിവേചനരഹിതമായ ദക്ഷിണാഫ്രിക്ക പടുത്തുയർത്തുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള സമരമാർഗങ്ങളും എന്ത് ചെയ്തു? ആവിഷ്കരിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ അടിച്ചമർത്തൽ നിയമങ്ങളും അവയുടെ ഫലങ്ങളുമാണ് ഇനി പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന നിയമങ്ങൾ, എന്തായിരുന്നു ആ നിയമത്തിൻ്റെയൊക്കെ ഫലങ്ങൾ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത് ഖനി തൊഴിൽ നിയമം, അതായത് ദ മൈൻ ആൻഡ് വർക്ക്സ് റെഗുലേഷൻ ആക്ട് എന്ന് പറയും. ഖനി തൊഴിൽ നിയമം. ഈ ഖനി തൊഴിൽ നിയമം കൊണ്ടുവന്നതിൻ്റെ പ്രത്യേകത, ഫലങ്ങൾ എന്താണ്? വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗ്ഗക്കാർക്കായി മാത്രം എന്ത് ചെയ്തു? സംവരണം ചെയ്തു. അപ്പോൾ വൈദഗ്ധ്യം ആവശ്യമുള്ളതാണല്ലോ ഖനികളിലെ തൊഴിലെന്ന് പറയുന്നത്. അപ്പോൾ അത് ആർക്ക് മാത്രമായിട്ട്? വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തു. ഇനി രണ്ടാമത്തത് എന്താണ്? പ്രാദേശിക നിയമം. പ്രാദേശിക ഭൂമി നിയമം എന്ന് പറയുമ്പോൾ എന്താണ്? നേറ്റീവ് ലാൻഡ് ആക്ട് കൊണ്ടുവന്നു. ഇതെന്താണ് പ്രത്യേകത? കറുത്തവർക്ക് റിസർവുകൾ എന്ന പേരിൽ എന്ത് ചെയ്തു? നീക്കിവെച്ച പ്രത്യേക പ്രദേശങ്ങളിലല്ലാതെ മറ്റിടങ്ങളിൽ നിന്നും ഭൂമി വാങ്ങാൻ അവകാശമില്ല. അപ്പോൾ പ്രാദേശിക ഭൂനിയമം എന്ന് പറഞ്ഞാൽ കറുത്തവർക്കായിട്ട് എന്ത് ചെയ്തു? റിസർവ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളിൽ നിന്നല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റ് സ്ഥലങ്ങളിൽ പോയി ഭൂമി വാങ്ങാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിയമമാണ് പ്രാദേശിക ഭൂനിയമം എന്ന് പറയുന്നത്. ഇനി പ്രാദേശിക നഗരപ്രദേശ നിയമം. അപ്പോൾ എന്താണ് പ്രാദേശിക നഗരപ്രദേശ നിയമം എന്ന് പറഞ്ഞാൽ? കറുത്ത വർഗ്ഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോൾ കറുത്ത വർഗ്ഗക്കാർക്ക് എന്തില്ല? നഗരപ്രദേശങ്ങളിലേക്ക് എന്തില്ല? പ്രാദേശിക നഗരപ്രദേശ നിയമം. അവർക്ക് നഗരപ്രദേശങ്ങളിൽ പ്രവേശനം നിഷേധിച്ചു. അതാണ് എന്ത്? പ്രാദേശിക നഗരപ്രദേശ നിയമം എന്ന് പറയുന്നത്. ഇനി വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം എന്താണ്? കറുത്ത വർഗ്ഗക്കാരെ പൊതു വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അതാണ് വോട്ടർമാർക്കുള്ള പ്രത്യേക പ്രാതിനിധ്യ നിയമം. ഇതൊക്കെ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ നിലവിൽ വന്ന നിയമങ്ങളും അതിൻ്റെ ഫലങ്ങളുമായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ കഥാനായകനായ നെൽസൺ മണ്ടേലയെ കുറിച്ചാണ്. നോക്കാം. 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കീ പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. അപ്പോൾ നെൽസൺ മണ്ടേല ജനിച്ച രാജകുടുംബത്തിൻ്റെ പേരാണ് ഏത്? തെമ്പു എന്ന് പറയുന്ന രാജകുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഏത് പ്രവിശ്യയിലാണ്? ട്രാൻസ്കീ പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് നമ്മുടെ നെൽസൺ മണ്ടേല 1918 ജൂലൈ 18 ജനിക്കുന്നത്. രോ ലിഹിലാഹ്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ രോ ലിഹിലാഹ്ല എന്നതാണ് ആരുടെ യഥാർത്ഥ പേര്? നമ്മുടെ നെൽസൺ മണ്ടേലയുടെ യഥാർത്ഥ പേര് രോ ലിഹിലാഹ്ല എന്നാണ്. അപ്പോൾ പിതാവ് മാഡിബ. അദ്ദേഹത്തിൻ്റെ പിതാവാര? മാഡിബയാണ്. വംശത്തിൻ്റെ തലവനായിരുന്ന ഗാഡില ഹെൻറി മണ്ടേലയും മാതാവ് പിതാവ് മാഡിബ വംശത്തിൻ്റെ തലവനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ആരാണ്? മാഡിബ വംശത്തിൻ്റെ തലവനായിരുന്ന ഗാഡില ഹെൻറി മണ്ടേല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഗാഡില ഹെൻറി മണ്ടേലയാണ്. ഇദ്ദേഹം ഏത് വംശത്തിൻ്റെ തലവനാ? മാഡിബ എന്ന് പറയുന്ന വംശത്തിൻ്റെ തലവനായിരുന്നു ആര്? ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഗാഡില ഹെൻറി മണ്ടേല. മാതാവ് നോസ്കെനി ഫാന്നിയുമാണ്. അപ്പോൾ മാതാവിൻ്റെ പേര് നോസ്കെനി ഫാന്നി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു. അപ്പോൾ ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു? പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. അദ്ദേഹം അതിനുശേഷം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം അതുപോലെ സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും റിസർച്ച് ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു? അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു. നമ്മുടെ നെൽസൺ മണ്ടേല. ഇപ്പം നെൽസൺ മണ്ടേലയുടെ യഥാർത്ഥ പേര് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്? രോ ലിഹിലാഹ്ല എന്നായിരുന്നു കേട്ടോ. ഇതൊക്കെ പഠിക്കണമെങ്കിൽ കുറേ നേരം നാക്ക് പിടിക്കേണ്ടി വരും. അപ്പോൾ അത്രയ്ക്ക് കടുപ്പമുള്ള പേരാണ് നമ്മുടെ നെൽസൺ മണ്ടേല. എന്തായാലും മണ്ടേല തന്നെയാണ് സൂപ്പർ പേര്. ഓക്കെ. അപ്പം നമ്മൾ പറയുന്ന എന്താണ്? ലോങ് വാക്ക്
ടു ഫ്രീഡം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. നെൽസൺ മണ്ടേല എഴുതിയ ഒരു പ്രധാന പുസ്തകമാണ് ഇത്, ലോങ് വാക്ക് ടു ഫ്രീഡം. എന്താണ് ഈ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന കുറച്ച് ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? എൻ്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിലെ ആദ്യ ദിവസം എൻ്റെ ടീച്ചർ മിസ് എംഡിൻഗേൻ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി. അക്കാലത്തെ ആഫ്രിക്കക്കാരുടെ ഇടയിൽ ഇത് പതിവായിരുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാരണമായിരുന്നു. അന്ന് മിസ് എഡിൻഗേൻ എന്നോട് പറഞ്ഞു, എൻ്റെ പുതിയ പേര് നെൽസൺ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പ്രത്യേക പേര് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നെൽസൺ മണ്ടേല എന്തായി മാറിയത്? നെൽസൺ മണ്ടേലയായി മാറിയത്. അപ്പം നെൽസൺ എന്ന പേര് ആരാ കൊടുത്തത്? മിസ് എംഡിൻഗേൻ ആണ്. മിസ് എംഡിൻഗേൻ ആണ് ആർക്ക് നമ്മുടെ നെൽസൺ മണ്ടേലയ്ക്ക് നെൽസൺ എന്ന പേര് നൽകിയത്. അപ്പോൾ 1994 അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു ആഫ്രിക്കൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രിയിൽ ജനിക്കുന്നു. അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരൻ്റെ മാത്രം ജോലികൾ ചെയ്യാനും ആഫ്രിക്കൻ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്കെടുക്കാനും ആഫ്രിക്കൻ്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാനും നിർബന്ധിക്കപ്പെടുന്നു. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും തടഞ്ഞു നിർത്തി പാസ് ഹാജരാക്കാൻ അവനോട് ഉത്തരവിടുന്നു. അതില്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിൽ എറിയുന്നു. അവൻ്റെ വളർച്ചയെ തളർത്തുകയും അവൻ്റെ കഴിവുകളെ കെടുത്തുകയും അവൻ്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായ വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവൻ്റെ ജീവിതത്തെ ചുറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിൽ നെൽസൺ മണ്ടേല എന്ത് ചെയ്തതാണ്? വിവരിച്ചിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കൻ ജനത അഭിമുഖീകരിക്കേണ്ടി വന്ന ജാതി വ്യവസ്ഥകളെക്കുറിച്ച് നെൽസൺ മണ്ടേല നടത്തിയ പരാമർശമാണ് അപ്പോൾ നമ്മൾ മുകളിൽ വായിച്ചത്. മാതാപിതാക്കൾ നൽകിയ പേരിന് പകരം നെൽസൺ മണ്ടേലയ്ക്ക് ടീച്ചർ പുതിയ പേര് നൽകാൻ കാരണം എന്താണ്? അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ എന്തെല്ലാം അടിച്ചമർത്തലുകളാണ് നേരിട്ടിരുന്നത്? കോളനിവൽക്കരണത്തിൽ നിന്നും വർണ്ണവിവേചനത്തിൽ നിന്നും തദ്ദേശീയ ജനതയെ മോചിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട നെൽസൺ മണ്ടേല എന്ത് ചെയ്തു? തൻ്റെ നാടിൻ്റെയും ജനങ്ങളുടെയും വിമോചനത്തിനായി അക്ഷീണം പ്രയത്നിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ജനതയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു. നെൽസൺ മണ്ടേല യുവജനങ്ങളെ അണിനിരത്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിച്ചു. അപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിച്ചത് ആരാണ്? നെൽസൺ മണ്ടേലയാണ്. ഈ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തു. അതിനുശേഷം ഈ യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഈ സംഘടന എന്ത് ചെയ്തു? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ അംഗമെടുക്കുകയും ചെയ്തു. വാൾട്ടർ സിസിലു, ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുറ്റു എന്നിവരായിരുന്നു മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ച മറ്റു പ്രധാന നേതാക്കൾ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ച മറ്റു നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ആരൊക്കെയാണ്? വാൾട്ടർ സിസിലു, ഒലിവർ താംബോ, പിന്നെ ആരാണ്? ഡെസ്മണ്ട് ടുട്ടു. ഇവർ 3 പേരും. അപ്പോൾ സിസിലു, താംബോ, ടുട്ടു ഇവർ 3 പേരുമാണ് ദക്ഷിണാഫ്രിക്കയിലെ വിമോചനത്തിന് വേണ്ടി ആർക്കൊപ്പം പ്രവർത്തിച്ചത്? നമ്മുടെ നെൽസൺ മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ചത്. വർണ്ണവിവേചനത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പാർത്തൈഡ് അല്ലെങ്കിൽ വർണ്ണവിവേചനം. എന്താണ് വർണ്ണവിവേചനം എന്ന് പറഞ്ഞാൽ? കറുത്ത വർഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിൻ്റെ സാമൂഹ്യ ക്രമമാണ് വർണ്ണവിവേചനം. അപ്പോൾ വർണ്ണവിവേചനം എന്ന് പറഞ്ഞാൽ കറുത്ത വർഗക്കാർക്കെതിരെ എങ്ങനെയാണ് അവരെ വംശീയമായും സാമ്പത്തികമായിട്ടും എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്ന ഒരു സാമൂഹ്യ ക്രമമാണ് വർണ്ണവിവേചനം എന്ന് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ഇതര ജനവിഭാഗങ്ങളിൽ നിന്ന് വെളുത്ത വർഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറപ്പാക്കപ്പെട്ടു. അപ്പോൾ കറുത്ത വർഗക്കാരെ ഒഴിവാക്കി ആർക്ക് പ്രധാന പരിഗണന നൽകി? വെളുത്ത വർഗക്കാർക്ക് പരിഗണന നൽകുകയുണ്ടായി. 1948 അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് വർണ്ണവിവേചനം നിയമാനുസൃതമാക്കി. അപ്പോൾ 1948 ദക്ഷിണാഫ്രിക്കയിൽ ഒരു പാർട്ടി രൂപം കൊണ്ടു. അതാണ് നാഷണൽ പാർട്ടി എന്ന് പറയുന്നത്. ഇവരും എന്ത് ചെയ്തു? ഈ വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? വർണ്ണവിവേചനം നിയമാനുസൃതമാക്കി. വർണ്ണവിവേചനം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നിയമങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് താഴെ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അതിലൊന്നാമത്തതാണ് പാസ് നിയമം. എന്താണ് പാസ് നിയമം എന്ന് നോക്കാം. പാസ് നിയമം: കറുത്ത വർഗ്ഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പ്രത്യേക അനുമതി പത്രങ്ങൾ ആവശ്യമായിരുന്നു. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരനാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പ്രത്യേകിച്ചൊരു പാസ് കാണിക്കണം, പ്രത്യേകിച്ചുള്ള അനുമതി പാസ് വേണം. അതാണ്, അല്ലെങ്കിൽ ഇതിനെ പാസസ് അല്ലെങ്കിൽ അനുമതി പത്രങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പാസ് നിയമം. ഇനി ഗ്രൂപ്പ് ഏരിയ നിയമം. എന്താണ് ഈ ഗ്രൂപ്പ് ഏരിയ നിയമം എന്ന് പറഞ്ഞാൽ? വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി ഈ വ്യവസ്ഥ മഹാവർണ്ണ വിവേചനം എന്നറിയപ്പെട്ടു. അപ്പോൾ എന്താണ്? ഈ ഗ്രൂപ്പായിട്ട് തിരിക്കും ആളുകളെ. ഗ്രൂപ്പ് ഏരിയ, ഓരോ ഏരിയയിലുള്ള ആളുകളെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേകം പ്രദേശങ്ങളിലേക്ക് മാറ്റും. ഈ വ്യവസ്ഥയാണ് മഹാവർണ്ണ വിവേചനം അല്ലെങ്കിൽ ഗ്രേറ്റ് അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു നിയമമുണ്ട്, ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം. ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമത്തിൽ എന്താണ്? 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. അപ്പോൾ ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം എന്താ സൂചിപ്പിക്കുന്നത്? 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. ഇനി ബൻഡു അധികാര നിയമം. എന്താണ് ബൻഡു അധികാര നിയമം എന്ന് പറയുന്നത്? കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്തു? ഒരു പ്രത്യേക പ്രദേശത്തിൽ എന്ത് ചെയ്തു? പൗരന്മാരായിട്ട് മാറ്റി. അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അതാണ് ബൻഡു അധികാര നിയമം എന്ന് പറയുന്നത്. ഇനി പ്രത്യേക സൗകര്യ സംവരണ നിയമമുണ്ട്. എന്താണ് ഈ പ്രത്യേക സൗകര്യ സംവരണ നിയമം? മൈതാനങ്ങൾ, ബീച്ചുകൾ, അതുപോലെ ബസ്, ആശുപത്രി, സ്കൂളുകൾ, പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വച്ചിരിക്കുന്ന പ്രത്യേക സൗകര്യ സംവരണ നിയമമുണ്ട്. ആ സംവരണ നിയമത്തിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്തു? സ്ഥലങ്ങളിലൊക്കെ, പൊതു ഇടങ്ങളിലൊക്കെ അവരെന്ത് ചെയ്തു? സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു. പ്രധാനമായിട്ട് അതെവിടെയാണ്? മൈതാനങ്ങൾ, ബീച്ചുകൾ, ബസ്, ഹോസ്പിറ്റൽ, സ്കൂളുകൾ, പാർക്ക് തുടങ്ങിയ പൊതുയിടങ്ങളിലാണ് പ്രത്യേക സൗകര്യ സംവരണ നിയമം ഏർപ്പെടുത്തിയത്. ഇനി ബൻഡു വിദ്യാഭ്യാസ നിയമം ഏർപ്പെടുത്തി. കറുത്ത വർഗ്ഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം എന്ത് ചെയ്തു? അവകാശം നൽകി. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരാണെങ്കിൽ അവർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകി. ആ വിദ്യാഭ്യാസമാണ് ബൻഡു വിദ്യാഭ്യാസ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഈ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ ഉള്ള പ്രധാനപ്പെട്ട എന്താണ് നിയമങ്ങളെന്ന് പറയുന്നത്. ഇനി പ്രത്യേക സൗകര്യ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന ചില മുന്നറിയിപ്പ് ബോർഡുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ? നോൺ വൈറ്റ് മെയിൽസ്. അപ്പോൾ വെള്ളക്കാർക്ക് പിന്നെ നോൺ വൈറ്റ് മെയിൽസിനുള്ളതാണ് ഇത്. വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം. ഇത് കണ്ടോ? അവിടെ വെള്ളക്കാരല്ലാത്തവർക്ക് പ്രവേശിക്കാം. ഇനി എന്താണ്? പ്ലേ പാർക്ക് ഫോർ യൂറോപ്യൻ ചിൽഡ്രൻ ഓൺലി. എന്താണ്? നമ്മുടെ സ്പെഷ്യൽ പാർക്കുകളാണ് കേട്ടോ. സ്ലെഡ്ജസ്, അതുപോലെ പിന്നെ കുട്ടികൾക്കുള്ള സംഭവങ്ങൾ, യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ള കളിസ്ഥലം. ഇവിടെ എന്താണ്? ഇവിടെ മറ്റുള്ള കുട്ടികൾക്ക്, ഈ മറ്റേ കറുത്ത വർഗ്ഗക്കാർക്കോ അങ്ങനെയുള്ളവരൊന്നും അവിടെ കളിക്കാൻ വരാൻ പാടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഇവിടെ വൈറ്റ് സൊള്ളി, അതായത് വെള്ളക്കാർക്ക് മാത്രമുള്ള സ്ഥലങ്ങൾ. ഇങ്ങനെ ഓരോ സ്ഥലത്തും എന്ത് ചെയ്തു? പ്രത്യേക ബോർഡുകൾ വെച്ച് വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലങ്ങൾ. പിന്നെ ഈ പൊതുസ്ഥലവും സൗകര്യങ്ങളും വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ എന്താണ്? കുറേ ബോർഡുകൾ മാത്രമുണ്ട്. മുന്നറിയിപ്പ്: തദ്ദേശീയരെ സൂക്ഷിക്കുക. അപ്പോൾ തദ്ദേശീയരായിട്ടുള്ളവർക്ക് ഒരു അവകാശവുമില്ല. ഡർബൻ തീര നിയമം സെക്ഷൻ 37 പ്രകാരം ഡർബൻ കടൽ തീരം വെളുത്ത വർഗ്ഗക്കാർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെന്താണ്? ഡർബൻ കടൽ തീരവും ആർക്ക് മാത്രമുള്ളത്? അവിടെയും ബോർഡ് വെച്ചു. അപ്പോൾ കറുത്ത വർഗ്ഗക്കാർ സ്വന്തം നാട്ടിൽ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തീവ്രതയാണ് ഈ മുന്നറിയിപ്പ് ബോർഡുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മുന്നറിയിപ്പ് ബോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇത്തരം മനുഷ്യത്വരഹിതമായ നിയമങ്ങൾ നടപ്പിലാക്കിയതോടെ ദക്ഷിണാഫ്രിക്കയുടെ ഉടമകളായിരുന്ന ജനങ്ങൾ വോട്ടവകാശമില്ലാത്തവരും ഭരണാവകാശവും വിദ്യാഭ്യാസാവകാശവും നിഷേധിക്കപ്പെട്ടവരുമായി തീർന്നു. അപ്പോൾ ഇങ്ങനെ എന്താണ് മനുഷ്യത്വരഹിതമായ നിയമങ്ങളൊക്കെയാണ് അവിടെ നടപ്പിലാക്കിയത്. അതോടെ എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കയുടെ ഉടമകളായിരുന്ന ജനങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് വോട്ടവകാശമില്ല, അവർക്ക് ഭരണാവകാശമില്ല, അവർക്ക് വിദ്യാഭ്യാസ അവകാശം, ഇതൊക്കെ നിഷേധിക്കപ്പെട്ടു. ഇനി ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ നോക്കിയിരിക്കുമോ? അങ്ങനെയാണ് നമ്മുടെ ഈ വർണ്ണവിവേചന നിയമങ്ങൾക്ക് എതിരെ നമ്മുടെ നായകന്മാരൊക്കെ വരുന്നത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയാം. കോളനിവൽക്കരണവും വർണ്ണവിവേചനവും ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. ഒരു സ്ഥലത്ത് കോളനിവൽക്കരണം, മറുസ്ഥലത്ത് വർണ്ണവിവേചനം, ഇതൊക്കെ എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും തകർച്ച നേരിട്ടു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? സാംസ്കാരികമായും സാമ്പത്തികമായും ഒക്കെ ഇവരെന്ത് ചെയ്തു? തകർന്നു. ദേശീയ സമ്പദ് വ്യവസ്ഥ ദ്രുതഗതിയിൽ വളർന്നെങ്കിലും തദ്ദേശീയ ജനത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഖനിയുണ്ട്, വജ്രഖനിയുണ്ട്, സ്വർണ്ണഖനി, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്തു? തദ്ദേശീയ ജനത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും എന്ത് ചെയ്തു? ബുദ്ധിമുട്ടി. ഇത്തരം വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ദക്ഷിണാഫ്രിക്കൻ ജനത നടത്തിയ ചില പ്രധാന സമരങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിനായി രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിന് വേണ്ടി രാജ്യവ്യാപകമായി പ്രക്ഷോഭം നയിച്ചവരിലെ പ്രധാനിയായിരുന്നു ആര്? നെൽസൺ മണ്ടേല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ആദ്യകാല പ്രക്ഷോഭങ്ങൾ തികച്ചും സമാധാനപരമായ നിയമലംഘന സമരങ്ങളായിരുന്നു. ആദ്യമൊക്കെ അവരെന്ത് ചെയ്തു? സമാധാനപരമായിട്ട് നിയമലംഘനം, നമ്മുടെ ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞ പോലെ നിയമലംഘന സമരങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിൻ്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആഹ്വാനമനുസരിച്ച് ഫാക്ടറി തൊഴിലാളികൾ, ഓഫീസ് ജീവനക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു? സമരങ്ങളിൽ ഒത്തുചേർന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിൻ്റെയും അതുപോലെ മറുഭാഗത്താര ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആഹ്വാനമനുസരിച്ച് ഫാക്ടറി തൊഴിലാളികളും ഓഫീസ് ജീവനക്കാരും ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഒത്തുചേർന്നു. പാസ് നിയമങ്ങൾ, നിരോധനാജ്ഞ എന്നിവയെ ചോദ്യം ചെയ്ത പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. നമ്മൾ നേരത്തെ കണ്ട പാസ് നിയമങ്ങളുണ്ടല്ലോ, ഈ നിയമങ്ങളെയും ഇവരെന്ത് ചെയ്തു? അതുപോലെ നിരോധനാജ്ഞ, ഇന്ന സ്ഥലങ്ങളിലൊന്നും പ്രവേശിച്ചുകൂടാ, ഇതിനെയൊക്കെ ആളുകൾ ചോദ്യം ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു? പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു തടവിലാക്കി. 1956 രാജ്യദ്രോഹ കുറ്റം ചുമത്തി നെൽസൺ മണ്ടേലയെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അങ്ങനെ 1956 എന്ത് ചെയ്തു? രാജ്യദ്രോഹ കുറ്റം ചുമത്തി ആരെ അറസ്റ്റ് ചെയ്തു? നമ്മുടെ നെൽസൺ മണ്ടേലയെ 1956 അറസ്റ്റ് ചെയ്തു. നീണ്ടകാലത്തെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്തു? കുറ്റവിമുക്തനാക്കി. ഒരു നീണ്ടകാല വിചാരണ, അതിനുശേഷമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? കുറ്റവിമുക്തനാക്കിയത്. ആഫ്രിക്കൻ വർഷമാണ് ഇനി അടുത്ത് നമ്മൾ പറയുന്നത്. എന്താണ് ആഫ്രിക്കൻ വർഷമെന്ന് നോക്കാം. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വർഷമാണ് 1960 എന്ന് പറയുന്നത്. അപ്പോൾ 1960 ആഫ്രിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമാണ്. എന്താണ് പ്രത്യേകത? 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷത്തിന് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൽ എത്ര 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം എന്നാണ് 1960 17 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇനിയോ പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പ് വിൽ എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തതും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിനെതിരായ സായുധ കലാപം ആരംഭിച്ചതും 1960 അപ്പോൾ ഈ പാസ് നിയമങ്ങൾക്കെതിരെ ആ ഷാർപ്പ് വിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകൾ എന്ത് ചെയ്തു? സമരം ചെയ്തു. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഈ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുകയും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചതും എന്നാണ് 1960 അപ്പോൾ ഇതിനെതിരെ അവരെന്ത് ചെയ്തു? സായുധ കലാപം ആരംഭിച്ചു.
ഇനി നമ്മൾ റോബൻ ദ്വീപിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്താണ് റോബൻ ദ്വീപിൻ്റെ പ്രത്യേകത? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ അല്ലെങ്കിൽ കാലാപാനി ജയിലിലുള്ള പ്രാധാന്യമാണ് ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത്. അപ്പോൾ നമ്മൾ കാലാപാനി സിനിമ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ അത് കാണുക. അപ്പോൾ അതിൽ എന്താണ് കാലാപാനി എന്ന് പറയുന്ന സെല്ലുലാർ ജയിൽ, ആൻഡമാൻ ദ്വീപിലെ ഒരു ജയിലാണ് സെല്ലുലാർ ജയിൽ. അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിലിനുള്ള അതേ പ്രത്യേകതയാണ് ഏതിനുള്ളത്? ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത്. അപ്പോൾ നമ്മുടെ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിലിലുള്ള പ്രത്യേകതയുള്ള ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ, ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിലെ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? റോബൻ ദ്വീപാണ്. അറസ്റ്റിലാകുന്ന ആഫ്രിക്കൻ നേതാക്കളെ നാട് കടത്താനായി ഉപയോഗിച്ചിരുന്ന ദ്വീപാണ് റോബൻ ദ്വീപ്. അപ്പോൾ ഈ ആഫ്രിക്കയിൽ അറസ്റ്റ് ചെയ്യുന്ന നേതാക്കന്മാരെയൊക്കെ ഇവർ എവിടോട്ട് നാട് കടത്തും? ഈ നേതാക്കന്മാരെയൊക്കെ റോബൻ ദ്വീപിലോട്ടായിരുന്നു നാട് കടത്തിയിരുന്നത്. 18 വർഷം നെൽസൺ മണ്ടേല തടവിൽ കഴിഞ്ഞത് ഈ റോബൻ ദ്വീപിലാണ്. അപ്പോൾ 18 വർഷമാണ് നെൽസൺ മണ്ടേല റോബൻ ദ്വീപിൽ എന്ത് ചെയ്തത്? തടവിൽ കഴിഞ്ഞത്. വോട്ടവകാശം, വർണ്ണവിവേചനമില്ലാത്ത ഭരണഘടന, പാസ് നിയമങ്ങൾ പിൻവലിക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വീട്ടിലിരിപ്പ് എന്ന പുതിയ സമരരീതി സംഘടിക്കപ്പെട്ടു. അപ്പോൾ എന്താണ് ഈ വോട്ടവകാശത്തിനും വർണ്ണവിവേചനത്തിനും അതുപോലെ പാസ് നിയമങ്ങൾക്കും എതിരെ എന്ത് ചെയ്തു? ആളുകൾ വീട്ടിലിരുന്ന് എന്ത് ചെയ്തു? പുതിയ സമരരീതി സംഘടിക്കപ്പെട്ടു. സ്റ്റേ അറ്റ് ഹോം അഥവാ വീട്ടിലിരിപ്പ് സമരം. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമരത്തിനും നേതൃത്വം നൽകിയത്. അപ്പോൾ ഇതിനും നേതൃത്വം നൽകിയത് ആരാണ്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഏതിനും നേതൃത്വം നൽകിയത്? ഈ വീട്ടിലിരിപ്പ് സമരത്തിന് നേതൃത്വം നൽകിയത്. തദ്ദേശീയരും ഇന്ത്യക്കാരുമായ തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ഫാക്ടറികൾ, തുണിമില്ലുകൾ, വിദ്യാലയങ്ങൾ ഇവയെല്ലാം അടഞ്ഞുകിടന്നു. അപ്പോൾ എല്ലാവരും ഫാക്ടറികളും ഇതെല്ലാം ജോലികളും ഓഫീസുകളും ഒക്കെ ഒഴിവാക്കി എന്ത് ചെയ്തു? വീട്ടിലിരിപ്പ് തുടങ്ങി. അപ്പോൾ ഈ പണിമുടക്ക് വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി. അപ്പോൾ ഇത് എന്ത് ചെയ്തു? ഫലം കണ്ടു. ഈ പണിമുടക്ക് വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി. അങ്ങനെ എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന സമരമായിരുന്നു വീട്ടിലിരിപ്പ് സമരം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേ അറ്റ് ഹോം എന്ന് പറയുന്ന സമര രീതി ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്നൊരു സമര രീതിയായിരുന്നു. സമാധാനപരമായ സമരങ്ങൾക്ക് ഫലം കാണാത്തതിനെ തുടർന്ന് നെൽസൺ മണ്ടേല സായുധ കലാപങ്ങൾക്ക് എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു. 1964 അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് നെൽസൺ മണ്ടേലയ്ക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. അപ്പോൾ 1964 എന്ത് ചെയ്തു? ഈ അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് അദ്ദേഹത്തെ എന്ത് ചെയ്തു? ജീവപര്യന്തം തടവ് വിധിച്ചു. റോബൻ ദ്വീപിലും പോൾസ്മൂർ ജയിലിലുമായി തുടർച്ചയായ 26 വർഷം കഠിനമായ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം ഏതൊക്കെ ജയിലിലാണ്? റോബൻ ദ്വീപിലും അതുപോലെ പോൾസ്മൂർ ജയിലിലുമായിട്ടായിരുന്നു 26 വർഷമാണ്. 26 വർഷം 1964 മുതൽ 26 വർഷം അദ്ദേഹം എന്ത് ചെയ്തു? കഠിനമായ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ലോകരാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് വർണ്ണവിവേചനം എന്ന പ്രമേയം പാസ്സാക്കി. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വന്നു. എന്ത് ചെയ്തു? മനുഷ്യത്വത്തിനെതിരെയുള്ള വിവേചനമാണ് എന്ന്, വർണ്ണവിവേചനം എന്ന് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണെന്ന് ആര് പറഞ്ഞു? വർണ്ണവിവേചനം എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു. ഇതോടെ നാട്ടിലാകെ കലാപങ്ങൾ പടർന്നു. അപ്പം ഇത് ഇങ്ങനെ ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി എന്ത് ചെയ്തു? നാട്ടിലാകെ കലാപങ്ങൾ പടർന്നു. ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താൻ ഗവൺമെൻറ് 1984 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താനായിട്ട് എന്ത് ചെയ്തു? 1984 എന്ത് ചെയ്തു? അടിയന്തരാവസ്ഥ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ധാരാളം കറുത്ത വർഗ്ഗക്കാർ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അപ്പോൾ 1984 ഒരുപാട് സംഘർഷങ്ങളുണ്ടായി. ഒരുപാട് കറുത്ത വർഗ്ഗക്കാർ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു. പ്രക്ഷോഭങ്ങൾ അനിയന്ത്രിതമായപ്പോൾ വർണ്ണവിവേചനം നിർത്തലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അപ്പോൾ പ്രക്ഷോഭങ്ങൾ എന്ത് ചെയ്തു? അനിയന്ത്രിതമായി നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലായപ്പോൾ എന്ത് ചെയ്തു? വർണ്ണവിവേചനം നിർത്തലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്ന നിരോധനം നീക്കുകയും ചെയ്തു. അപ്പോൾ തടവുകാരെയൊക്കെ വിട്ടയച്ചു. അതുപോലെ പാർട്ടികൾക്കുണ്ടായ നിരോധനം പിൻവലിച്ചു. അങ്ങനെ 1990 ഫെബ്രുവരി 11 നെൽസൺ മണ്ടേലയെ ജയിൽ മോചിതനായി. അപ്പോൾ 1990 ഫെബ്രുവരി 11 ആരാ?
നമ്മുടെ നെൽസൺ മണ്ടേല ജയിൽ മോചിതനായി. 1991 വർണ്ണവിവേചനം പിൻവലിക്കപ്പെട്ടു. അങ്ങനെ 1991 എന്ത് ചെയ്തു? വർണ്ണവിവേചനം പിൻവലിക്കപ്പെട്ടു. 1994 നടന്ന ആദ്യത്തെ ജനകീയ തിരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ നെൽസൺ മണ്ടേല ജയിൽ മോചിതനായത് വർഷം എന്നാണ്? 1990 ഫെബ്രുവരി 11. ഇനി 1991 എന്ത് പിൻവലിച്ചത്? വർണ്ണവിവേചനം പിൻവലിക്കുന്നു. 1991 വർണ്ണവിവേചനം പിൻവലിക്കുന്നു. 1994 എന്ത് സംഭവിച്ചു? ആഫ്രിക്കയിൽ ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ആരാ വിജയിച്ചത്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു. അതുപോലെ തന്നെ സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായിട്ട് ആരെ തിരഞ്ഞെടുത്തു? നമ്മുടെ നെൽസൺ മണ്ടേലയെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി സ്ഥാനമേറ്റ നെൽസൺ മണ്ടേലയുടെ ആദ്യ പ്രസംഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അറിയാൻ പ്രഖ്യാപിക്കുന്നു. ദക്ഷിണാഫ്രിക്ക ഈ രാജ്യത്ത് വസിക്കുന്ന കറുപ്പും വെളുപ്പുമുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ ജനങ്ങളുടെ ഇച്ഛയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലാതെ ഒരു ഗവൺമെന്റിനും ന്യായമായ അധികാരം അവകാശപ്പെടാനാവില്ല. അപ്പോൾ 1994 സ്വാതന്ത്ര്യ ചാർട്ടറിൻ്റെ പ്രാരംഭ വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ഈ പ്രസംഗത്തിലൂടെ ആഫ്രിക്കക്കാർ ഒറ്റ ജനതയായി നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം നെൽസൺ മണ്ടേല എന്ത് ചെയ്തു? ഓർമ്മിപ്പിച്ചു. അപ്പോൾ 1994 മുതലാണ് നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തത്? ദക്ഷിണാഫ്രിക്ക ഒരു സ്വതന്ത്ര ഒരു വർണ്ണവിവേചനമില്ലാത്ത എല്ലാവരെയും തുല്യമായി കണ്ട ഒരു രാജ്യമായിട്ട് മാറിയത്. അപ്പോൾ ഒരേ പ്രദേശത്ത് വ്യത്യസ്ത വംശങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന വർത്തമാനകാലത്ത് നെൽസൺ മണ്ടേല ഉയർത്തിപ്പിടിച്ച സഹവർത്തിത്വ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാണ്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ തുടർ പ്രവർത്തനങ്ങളിൽ വേറെ വലുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ദക്ഷിണാഫ്രിക്കയിൽ വെളുത്ത വർഗ്ഗക്കാർ നടപ്പിലാക്കിയ കോളനിവൽക്കരണവും വർണ്ണവിവേചനവും കറുത്ത വർഗ്ഗക്കാരുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമാക്കിയെന്ന് അതിനെക്കുറിച്ചിട്ട് കുട്ടികൾക്കാണ് വിവേചനത്തിൻ്റെ വേരറുക്കാൻ അവർ നടത്തിയ പോരാട്ടങ്ങൾ നാടകരൂപത്തിൽ അവതരിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ദക്ഷിണാഫ്രിക്കയുടെ വർണ്ണവിവേചന വിരുദ്ധ സമരങ്ങളുടെ സംഭവബഹുലമായ നാൾവഴികൾ ഉൾപ്പെടുത്തി ടൈം ലൈൻ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് തുടർ പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വർണ്ണവിവേചനത്തിനെതിരെ അല്ലെങ്കിൽ വിവേചനത്തിനെതിരെ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിൽ നിന്നുള്ള 11ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിന്ന് 11ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിൽ നിന്നുള്ള. അതുപോലെ തന്നെ നമ്മൾ SCERT 7ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസാണ് കംപ്ലീറ്റ് ആക്കാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് 11ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. വിവേചനത്തിനെതിരെ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യമായിട്ട് ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് നമ്മളതൊന്ന് പറഞ്ഞു പോവുകയാണ്. ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ള മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥനാക്കുന്നു. ഇതേ മേധാവിത്വം എൻ്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു. ഈ രാജ്യത്തെ പാർലമെൻറ്റ് കാരണമാണ് ഞാൻ വോട്ടവകാശം ഇല്ലാത്തവനായി തീർന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്കൊരു തുണ്ട് ഭൂമിയില്ല, എന്നിട്ടും ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നിടത്തേക്ക് നിർബന്ധപൂർവം ഞങ്ങളെ പറഞ്ഞുവിടുന്നു. അനേക വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതികൾക്കും യാതനകൾക്കും കാരണമാകുന്ന അതേ വർണ്ണവിവേചനം നിഷ്പക്ഷമായ ഒരു വിചാരണ എനിക്ക് ലഭ്യമാക്കുമെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അപ്പോൾ നെൽസൺ മണ്ടേലയുടെ പ്രിറ്റോറിയ വിചാരണ 1962 പ്രിറ്റോറിയ വിചാരണ എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു
പാരഗ്രാഫാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അപ്പോൾ എന്താണ്, നമ്മുടെ ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് നമ്മൾ എന്ത് ചെയ്തത്, മുകളിൽ വായിച്ചത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനായിരുന്നു ആര്, നമ്മുടെ നെൽസൺ മണ്ടേല. ഏത് സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിചാരണ നേരിടേണ്ടി വന്നത്? നമ്മൾ പറഞ്ഞു വർണ്ണ വിവേചനം, അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ വ്യക്തിയാണ് ആര്, നെൽസൺ മണ്ടേല. അപ്പോൾ വർണ്ണത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ വിമോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് ആര്, നെൽസൺ മണ്ടേല. സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് 3 ദശാബ്ദത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ നെൽസൺ മണ്ടേല എത്ര വർഷമാണ് ജയിൽവാസം അനുഭവിച്ചതെന്ന് ചോദിച്ചാൽ 3 ദശാബ്ദം, അതായത് 30 വർഷത്തോളം അദ്ദേഹം എന്ത് ചെയ്തു, ദക്ഷിണാഫ്രിക്കയിൽ ജയിലിൽ കഴിയേണ്ടി വന്നു. ദക്ഷിണാഫ്രിക്ക എന്ന ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്ന വൻകര ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആഫ്രിക്കൻ വൻകര, പേരിൽ തന്നെയുണ്ട് അല്ലേ. ആഫ്രിക്കൻ വൻകരയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്, ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ദക്ഷിണാഫ്രിക്ക, ആഫ്രിക്കൻ വൻകരയുടെ തെക്ക് ഭാഗത്ത്, ഇതാണ് തെക്ക് ഭാഗം അല്ലേ. അപ്പോൾ ഇവിടെയായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇനി നോക്കാം, ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനം, ഭൂപ്രകൃതി എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേയറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇത്, ദക്ഷിണാഫ്രിക്ക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതാണ്, ദക്ഷിണാഫ്രിക്കയാണ്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ് അവിടുത്തെ ഭൂപ്രകൃതിയുടെ വൈവിധ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതയാണ് ഏത് രാജ്യത്തിൻ്റെ പ്രത്യേകത, ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകത. വിശാലമായ തീരപ്രദേശങ്ങൾ, വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും, ഉയർന്ന പർവ്വത നിരകൾ, വൻ നദികൾ, വെള്ളച്ചാട്ടങ്ങൾ, വരണ്ട മരുപ്രദേശം തുടങ്ങിയവ ഈ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്, വൈവിധ്യമാർന്നതാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, സമതലങ്ങളുണ്ട്, പീഠഭൂമികളുണ്ട്, പർവ്വതനിരകൾ, നദികൾ, അതുപോലെ വെള്ളച്ചാട്ടങ്ങൾ, മരുപ്രദേശങ്ങൾ എന്നിവയൊക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ്, നമ്മുടെ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ്. ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യ സമ്പത്ത് ഇവ യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചു. അപ്പോൾ യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിക്കാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്തൊക്കെയാണ്, ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത്, അവിടുത്തെ കാലാവസ്ഥ, മനുഷ്യ സമ്പത്ത് ഇവയൊക്കെയാണ് യൂറോപ്യരെ എങ്ങോട്ടേക്ക് ആകർഷിച്ചത്, ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചത്. ഇനി ഏതെല്ലാം അക്ഷാംശ രേഖകൾക്കിടയിലാണ് ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതൊക്കെ രേഖാംശ രേഖകൾക്കിടയിലാണ്, അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾക്കിടയിലാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ദക്ഷിണ അക്ഷാംശത്തിലാണ്. ദക്ഷിണ അക്ഷാംശമാണെങ്കിൽ, അപ്പോൾ ദക്ഷിണ അക്ഷാംശം 22 ഡിഗ്രി സൗത്തിനും 35 ഡിഗ്രി സൗത്തിനും ഇടയിലാണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം, എന്താണ്, 22 ഡിഗ്രി സൗത്തിനും 35 ഡിഗ്രി സൗത്തിനും ഇടയിലായിട്ടാണ് ദക്ഷിണ അക്ഷാംശരേഖ എന്ന് പറയുന്നത്. 22 സൗത്തിനും 35 ഡിഗ്രി സൗത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി രേഖാംശരേഖ എന്ന് പറയുന്നത് എങ്ങനെയാണ്, രേഖാംശരേഖ പറയുമ്പോൾ 16 ഡിഗ്രി ഈസ്റ്റിനും 33 ഡിഗ്രി ഈസ്റ്റിനും ഇടയിലായിട്ടാണ് ആ രേഖാംശം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദക്ഷിണാഫ്രിക്കയുടെ രേഖാംശ രേഖകളാണ് പറയുന്നത്. എത്രയാണ്, 22 ഡിഗ്രി സൗത്തിനും 35 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള അക്ഷാംശ രേഖ. അതുപോലെ രേഖാംശ രേഖ എങ്ങനെയാണെന്ന് പറഞ്ഞു, 16 ഡിഗ്രി ഈസ്റ്റിനും 33 ഡിഗ്രി ഈസ്റ്റിനും ഇടയിലുള്ള രേഖാംശ രേഖകൾക്കിടയിലാണ് ഏത് രാജ്യം സ്ഥിതി ചെയ്യുന്നത്, ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ശുഭപ്രതീക്ഷ മുനമ്പ് അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്താണ് എന്നാണ് നോക്കുന്നത്.
ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ശുഭപ്രതീക്ഷ മുനമ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് എവിടെയായിട്ടാ? അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അല്ലെങ്കിൽ ഏതാണ്? ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്നത്. യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയാലേ ഏഷ്യ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ യൂറോപ്യന്മാർക്ക് എവിടെയാ? യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ എവിടെ വരണം? ആഫ്രിക്കൻ വൻകരയെ ചുറ്റണം. ഈ ആഫ്രിക്കൻ വൻകരയെ ചുറ്റിയാൽ മാത്രമേ അവർക്ക് എവിടെ എത്താൻ പറ്റൂ? ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ അവർക്ക് എവിടെ പോകാൻ പറ്റത്തുള്ളൂ? ഏഷ്യ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിൽ ഇവിടം അറിയപ്പെടുന്ന പേരാണ് ശുഭപ്രതീക്ഷ മുനമ്പ്. അപ്പോൾ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം എന്താണ്? ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്നാണ് എന്തിൻ്റെ അർത്ഥം? ശുഭപ്രതീക്ഷ മുനമ്പിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ദക്ഷിണാഫ്രിക്ക കോളനിവൽക്കരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. കോളനിവൽക്കരണത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ പ്രദേശത്തിൻ്റെയും ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിക്കുന്നു. എന്നിട്ടോ രാഷ്ട്രീയവും സാംസ്കാരികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുവരുന്നതിന് പറയുന്ന പേരാണ് കോളനിവൽക്കരണം. ഇനി ദക്ഷിണാഫ്രിക്ക കോളനിവൽക്കരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സാൻ, ഖോസ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ അറിയപ്പെട്ടിരുന്ന പേര് ചോദിച്ചാൽ എന്തൊക്കെയാണ്? സാൻ എന്നും ഖോസ എന്നും അറിയപ്പെടുന്ന രണ്ട് ഗോത്ര വിഭാഗമാണ് എവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആദിമ നിവാസികളാണ് എവിടെ ഉണ്ടായിരുന്നത്? ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. ആഫ്രിക്കയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നെത്തിയ ഗോത്ര വിഭാഗക്കാരായിരുന്നു ആദ്യമായി ഇവിടേക്ക് കുടിയേറ്റം നടത്തിയത്. അപ്പോൾ ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് കുടിയേറിയത് ആരാണ്? ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഗോത്ര വിഭാഗക്കാരായിരുന്നു. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങി. അപ്പോൾ യൂറോപ്യന്മാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങിയതെന്നാണ് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും യൂറോപ്യന്മാർ എന്ത് ചെയ്തു? നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിത്തുടങ്ങി. ഈ 17-ാം നൂറ്റാണ്ടോടുകൂടി എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ശക്തമായി. അപ്പോൾ യൂറോപ്യന്മാർ ദക്ഷിണാഫ്രിക്കയിലേക്ക് കുടിയേറിപ്പാർക്കാൻ തുടങ്ങിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ്. പക്ഷേ ഡച്ചുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നതെന്ന് ചോദിച്ചാൽ എന്നാണ്? 17-ാം നൂറ്റാണ്ടിലാണെന്ന് പറയാം. 17-ാം നൂറ്റാണ്ടിൻ്റെ നൂറ്റാണ്ടോടുകൂടി എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ശക്തമായി. കേപ്പ് ഡൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറുകയും ചെയ്തു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കോളനിയായി മാറിയ പ്രധാന പ്രദേശമാണ് ഏത്? കേപ്പ് ഡൗൺ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ഡച്ചുകാരുടെ കോളനി ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കേപ്പ് ഡൗൺ ആണ്. 18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ വരുന്നു. അത് കഴിഞ്ഞ് 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ എവിടെ എത്തിച്ചേർന്നു? നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. അപ്പം 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ വന്നത് ഒരുപാട് ദുരുദ്ദേശത്തോടു കൂടിയായിരുന്നു. എന്തൊക്കെയായിരുന്നു? നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. എങ്ങനെയാണ്?
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടൻ എവിടോട്ട് വന്നത്? ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. ഇനി നമ്മൾ പറയുന്നത് ഗ്രേറ്റ് ട്രക്കിനെ കുറിച്ചാണ്. എന്താണ് ഗ്രേറ്റ് ട്രക്ക്? ട്രക്കല്ലാട്ടോ, ട്രക്കാണ് ഗ്രേറ്റ് ട്രക്ക്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ബൂവേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ബൂവറുകൾ ആരാണ്? ബൂവറുകൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലാൻഡ് അല്ലെങ്കിൽ ഡച്ചുകാരുടെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നെതർലാൻഡ് എന്ന്. അപ്പം ഡച്ചുകാരുടെ മറ്റൊരു പേരാണ് എന്ത്? നെതർലാൻഡ്സ്. നെതർലാൻഡുകാരെന്നറിയപ്പെടുന്നതും ഡച്ചുകാരാണ്. അതുപോലെ ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ. അപ്പോൾ ബൂവർ ആരാണ്? യൂറോപ്പിൽ നിന്നും ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ ഡച്ചുകാരുടെയും ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ പിന്മുറക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൂവറുകൾ എന്ന് പറയുന്നത്. കൃഷിക്കാരൻ എന്നാണ് ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം. ബൂവർ എന്ന് പറയുന്നത് ഒരു ഡച്ച് പദമാണ്. ഈ ബൂവർ എന്ന് പറയുന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം എന്താണ്? കൃഷിക്കാർ എന്നാണ്. പിൽക്കാലത്ത് ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു. അപ്പോൾ ബൂവർ വർഗ്ഗക്കാർ പിൽക്കാലത്ത് അറിയപ്പെട്ട പേരെന്താണ്? അല്ലെങ്കിൽ പിൽക്കാലത്ത് ആഫ്രിക്കാനർ എന്നറിയപ്പെട്ടിരുന്ന വർഗം ആരാണ്? ബൂവർ വർഗ്ഗക്കാരാണ്. ഇവരുടെ സംസ്കാരം അറിയപ്പെട്ടിരുന്ന ഭാഷ അല്ലെങ്കിൽ അവരുടെ ഭാഷ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ആഫ്രിക്കാൻസ് എന്നാണ്. അപ്പോൾ ആഫ്രിക്കാൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആഫ്രിക്കാനർ ബൂവറാണ്. ആഫ്രിക്കാൻസ് പറഞ്ഞ അവരുടെ സംസ്കാരവും ഭാഷയും ഒക്കെയാണ്. ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനിവൽക്കരണ പദ്ധതികൾ ബൂവർമാരെ എങ്ങനെ ബാധിച്ചുവെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ ഡച്ചുകാരിൽ നിന്ന് ഏതാണ്? കേപ്പ് കോളനി ആര് പിടിച്ചെടുത്തു? ദക്ഷിണാഫ്രിക്ക. ഡച്ചുകാരിൽ നിന്ന് ആരാണ്? ബ്രിട്ടൻ കേപ്പ് കോളനി പിടിച്ചെടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഡച്ചുകാരുടെ ആദ്യത്തെ കോളനിയായിരുന്നു ഏതെന്ന് പറയുന്നത്? കേപ്പ് ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേപ്പ് ടൗൺ എന്ന് പറയുന്ന ഈ കോളനി ആര് പിടിച്ചെടുത്തു? ബ്രിട്ടൻ പിടിച്ചെടുത്തു. എന്നിട്ട് ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി. എന്തായിരുന്നു? ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ അവിടെ ഡച്ച് ഭാഷയാണ്, ഡച്ചുകാരുടെ സ്ഥലമാണല്ലോ കേപ്പ് ടൗൺ. അപ്പോൾ അവിടെ ആ കോളനി അവർ പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു? ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ഡച്ച് ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി. അപ്പോൾ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഡച്ച് ഭാഷയ്ക്ക് പകരം ഏത് ഭാഷയാണ് നമ്മുടെ കേപ്പ് ടൗണിലെ പ്രധാന ഭാഷയാക്കിയത്? അല്ലെങ്കിൽ കേപ്പ് കോളനിയിലെ പ്രധാന ഭാഷയാക്കിയത്? ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ എന്താക്കി മാറ്റി? പ്രധാന ഭാഷയാക്കി മാറ്റി. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പോൾ ബ്രിട്ടൻ എന്ത് ചെയ്തു? തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു. അടിമകളെയൊക്കെ എന്ത് ചെയ്തു? ഒഴിവാക്കി. ഇനി ആരും അടിമകളല്ല. അടിമത്തം എന്ത് ചെയ്തു? നിരോധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അപ്പോൾ ബ്രിട്ടൻ അടിമത്തം നിരോധിച്ചത് ആരെ പ്രതികൂലമായി ബാധിച്ചു? അടിമകളെ ഉപയോഗിച്ച് കൃഷി നടത്തിയിരുന്ന ബൂവർ വർഗ്ഗക്കാരെ ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചു. അപ്പോൾ ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത് എന്താണ്? ബൂവർ വർഗ്ഗക്കാരുടെ പലായനത്തിന് പറയുന്ന പേരാണ് ഗ്രേറ്റ് ട്രക്ക്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ചേരുംപടി ചേർക്കാനോ ഒക്കെ ചോദിക്കാം. ഗ്രേറ്റ് ട്രക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബൂവർ വർഗ്ഗക്കാർ നടത്തിയ പലായനമാണ് ഏത്? ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കേപ്പ് ടൗണിൽ നിന്ന് ഇവരെന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കയുടെ ഉൾഭാഗങ്ങളിലേക്ക് കുടിയേറി. അതാണ് ഗ്രേറ്റ് ട്രക്ക്. ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് ബൂവറുകൾ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. അപ്പോൾ ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചത് എവിടെയൊക്കെയാണ് ഈ ബൂവറുകൾ? ട്രാൻസ്വാളിലും ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലും നേറ്റാളിലുമാണ് ഈ ബൂവർ വർഗ്ഗക്കാർ എന്ത് ചെയ്തത്? റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചത്. അപ്പോൾ ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആരാണ്?
യെസ്, ബൂവറുകളാണ്. അപ്പോൾ ബൂവറുകൾ എവിടെയാണ് റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചത് എന്ന് തിരിച്ചും ചോദിക്കാം. അപ്പോൾ ഏതാണ്? ട്രാൻസ്വാള്, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാള്. ഇനി നമ്മൾ പറയുന്നത് ബൂവർ യുദ്ധങ്ങളെക്കുറിച്ചാണ്. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ബൂവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബൂവർ റിപ്പബ്ലിക്കിൻ്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോൾ എന്ത് സംഭവിച്ചു? ബൂവർ വർഗ്ഗക്കാർ റിപ്പബ്ലിക്ക് സ്ഥാപിച്ചു. നമ്മൾ പറഞ്ഞു ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാള് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവരെന്ത് ചെയ്തു? അവർ റിപ്പബ്ലിക്ക് സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ഈ സ്ഥലത്ത് റിപ്പബ്ലിക്കിൻ്റെ അധീന പ്രദേശങ്ങളിൽ എന്ത് ചെയ്തു? സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ്ണ വജ്ര ഉൽപാദകരായി ദക്ഷിണാഫ്രിക്ക മാറി. അങ്ങനെയാണ് ദക്ഷിണാഫ്രിക്ക എന്തായി മാറിയത്? ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ വജ്ര ഉൽപാദകരായിട്ട് ആര് മാറിയത്? ദക്ഷിണാഫ്രിക്ക മാറിയത്. ബൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചതോടെയാണ് ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തു? ഈ ബൂവർ റിപ്പബ്ലിക്കുകളെ ആര് പിടിച്ചെടുക്കാൻ നോക്കി? ബ്രിട്ടീഷുകാർ തങ്ങളുടെ കോളനി പ്രദേശങ്ങളാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇതോടെ എന്തിന് തുടക്കം കുറിച്ചു? ബൂവർ യുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ ബൂവർ യുദ്ധം ആരംഭിക്കാനുള്ള കാരണം ഇതായിരുന്നു. ഇനി ഒന്നാം ബൂവർ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഒന്നാം ബൂവർ യുദ്ധം? കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്നും ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. അപ്പോൾ ട്രാൻസ്വാളിൽ നമ്മൾ പറഞ്ഞു റിപ്പബ്ലിക്കായിരുന്നു. നമ്മുടെ ബൂവറുകൾ റിപ്പബ്ലിക്ക് ആയിട്ട് പ്രഖ്യാപിച്ച സ്ഥലത്തിലൊന്നാണ് ട്രാൻസ്വാൾ. അപ്പോൾ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബൂവറുകളിൽ നിന്ന് എന്ത് പിടിച്ചെടുത്തു? ട്രാൻസ്വാൾ പതുക്കെ പിടിച്ചെടുത്തു. പക്ഷേ ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം ആരംഭിച്ചു. ഒന്നാം ബൂവർ യുദ്ധത്തിൻ്റെ കാലഘട്ടം ചോദിച്ചാൽ 1880-81 കാലയളവിലാണ് ബൂവർ യുദ്ധം, ഒന്നാം ബൂവർ യുദ്ധം നടക്കുന്നത് എന്നാണ്. 1880-81 കാലയളവിൽ ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ യുദ്ധത്തിൽ ആരാ വിജയിച്ചത്? യുദ്ധത്തിൽ ബൂവറുകൾ വിജയിച്ചു. ബൂവർ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? ട്രാൻസ്വാള്, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാള്, ഇവ മൂന്നുമാണ് ഇവർ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചതെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് കൊണ്ട് എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് ആര് രൂപീകരിച്ചു? ബൂവറുകൾ രൂപീകരിച്ചു. ഏതിലൂടെയാ? ഒന്നാം ബൂവർ യുദ്ധത്തിലൂടെ. അപ്പോൾ ഒന്നാം ബൂവർ യുദ്ധത്തിൽ വിജയികൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം. ആരാണ്? ബൂവറുകളാണ് ഒന്നാം ബൂവർ യുദ്ധത്തിൽ വിജയിച്ചത്. ഇനി രണ്ടാം ബൂവർ യുദ്ധം നോക്കാം. സ്വർണ്ണ ഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത്. ബൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. അപ്പോൾ ബൂവർ ഭരണാധികാരികൾ എന്ത് ചെയ്തു? ഖനികളിൽ നികുതി ഏർപ്പെടുത്തി. ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. അപ്പോൾ ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ എന്ത് പറഞ്ഞു? അവർക്ക് വോട്ടവകാശം വേണമെന്ന് ആര് പറഞ്ഞു? ബ്രിട്ടൻ ബൂവർ വർഗ്ഗക്കാരോട് പറഞ്ഞു. എന്നാൽ റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം എന്ത് ചെയ്തു? നിരസിച്ചു. അപ്പോൾ ബൂവർ വർഗ്ഗക്കാർ ഇത് നിരസിക്കുകയും ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായ രണ്ടാം ബൂവർ യുദ്ധം 1899-1902 കാലയളവിൽ എന്ത് ചെയ്തു? ആരംഭിച്ചു. അപ്പോൾ രണ്ടാം ബൂവർ യുദ്ധം നടന്നത് എന്നാണ്? 1899 മുതൽ 1902 വരെയാണ് രണ്ടാം ബൂവർ യുദ്ധം നടന്നത്. അപ്പോൾ എന്താ കാരണം? രണ്ടാം ബൂവർ യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ ഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിന് നയിച്ചത്. അപ്പോൾ ബൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി എന്ന് പറഞ്ഞു. ഖനികളിലെ ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. അത് എന്ത് ചെയ്തു? റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിച്ചു. ഇതോടെ ദക്ഷിണാഫ്രിക്കയിലെ
രണ്ടാം ബൂവർ യുദ്ധത്തിന് തുടക്കം കുറിച്ചു. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി. അപ്പോൾ രണ്ടാം ബൂവർ യുദ്ധത്തിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ആരെ പരാജയപ്പെടുത്തി? ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി. വെരിനിഗിങ് സന്ധി അനുസരിച്ച്, അപ്പോൾ ഏത് സന്ധിയാണ്? വെരിനിഗിങ് അല്ലെങ്കിൽ വെരിനിഗിങ് എന്നോ എന്താ എന്ന് വെച്ചാൽ വായിക്കാം. വെരിനിഗിങ് സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടൻ്റെ പരമാധികാരം അംഗീകരിച്ചു. അപ്പോൾ ബൂവറുകൾ ബ്രിട്ടൻ്റെ പരമാധികാരം അംഗീകരിച്ചത് ഏത് സന്ധി പ്രകാരമാണെന്ന് ചോദിച്ചാൽ വെരിനിഗിങ് എന്ന് പറയുന്ന സന്ധി പ്രകാരമാണ് എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർ ബൂവറുകളുടെ അല്ലെങ്കിൽ ബൂവർ വർഗക്കാരുടെ മേൽ ബ്രിട്ടീഷുകാർ തങ്ങളുടെ പരമാധികാരം അംഗീകരിച്ചത്. ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തു? യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. അതിൻ്റെ പ്രത്യേകത എന്താണ്? ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായിട്ട് ഏത് മാറി? ഈ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക മാറി. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടനയനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനന്മാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. അപ്പോൾ ഇവിടെ എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ഭരണഘടന രൂപീകരിച്ചു. ആഫ്രിക്കയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക ആര് രൂപീകരിച്ചു എന്ന് പറഞ്ഞു? ബ്രിട്ടീഷുകാർ രൂപീകരിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടനയനുസരിച്ച് രണ്ട് വിഭാഗക്കാർക്ക്, ആർക്കൊക്കെയാണ്? ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനന്മാർക്ക്, അതായത് ബൂവർ വർഗക്കാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. കറുത്ത വർഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ ഇതോടെ എന്ത് ചെയ്തു? നിഷേധിക്കപ്പെട്ടു. അപ്പോൾ ഇതോടുകൂടി ബൂവർ വർഗക്കാർക്കും ബ്രിട്ടീഷുകാർക്കും എന്ത് ചെയ്തു? ഭരണഘടന അനുസരിച്ച് ഉയർന്ന സ്ഥാനവും പരിഗണനയും ഒക്കെ കിട്ടി. പക്ഷേ ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാരുടെ അവകാശങ്ങൾ ഇതോടെ എന്ത് ചെയ്തു? നിഷേധിക്കപ്പെട്ടു. ഇനി നമ്മൾ പറയുന്നത് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് വന്ന കാര്യമാണ്. മറ്റൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വരൂ നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കയിലുള്ള യാത്രാവേളയിൽ നടന്ന സംഭവമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? വിവരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത്? വരൂ നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. പക്ഷേ എനിക്ക് 1-ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതിൽ കാര്യമില്ല, നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നു. അയാൾ പ്രതികരിച്ചു. ഡർബനിൽ വെച്ച് ഈ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണെന്നും ഇതിൽ തന്നെ തനിക്ക് പോകണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. സാധ്യമല്ല, നിങ്ങൾക്കതിൽ പോകാനാവില്ല. നിങ്ങൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകണം. അല്ലാത്ത പക്ഷം നിങ്ങളെ പുറത്തേക്ക് എറിയാൻ വേണ്ടി എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരും എന്ന് ആ ഉദ്യോഗസ്ഥൻ ആരോട് പറഞ്ഞു? നമ്മുടെ ഗാന്ധിജിയോട് പറഞ്ഞു. അപ്പോൾ ശരി, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ഞാൻ സ്വമേധയാ പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു എന്നാരാ പറഞ്ഞേ? നമ്മുടെ ഗാന്ധിജി പറഞ്ഞു. പോലീസുകാരൻ വന്നു. അയാൾ കൈക്ക് പിടിച്ച് എന്നെ പുറത്തേക്ക് തള്ളി. എൻ്റെ സാധനങ്ങളും പുറത്തേക്ക് എറിഞ്ഞു. വൈകിട്ടത്തെ തീവണ്ടി വന്നു. അതിൽ എനിക്കായി സംവരണം ചെയ്യപ്പെട്ട ഒരു ബർത്ത് ഉണ്ടായിരുന്നു. ഡർബനിൽ വച്ച് ഞാൻ നിരസിച്ച കിടക്കയ്ക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ മാരിറ്റ്സ്ബർഗിൽ ഞാൻ വാങ്ങി. അപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ ആത്മകഥയിൽ നമ്മുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്ന ആത്മകഥയിലെ കുറച്ച് വരികളാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അവസ്ഥയാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ എന്ത് ചെയ്തത്? വിവരിക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണെന്ന് മനസ്സിലായല്ലോ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണമാണ്. ആരുടെ പരീക്ഷണ കഥ എന്നതാണ് ഗാന്ധിജിയുടെ ആത്മകഥ എന്ന് പറയുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി 1893 ദക്ഷിണാഫ്രിക്കയിലെത്തിയത്. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയ വർഷം ചോദിച്ചാൽ 1893 അപ്രഖ്യാപിത വർണ്ണവിവേചനത്തിൻ്റെ കാലമായിരുന്നു അത്. അപ്പം ഈ സമയത്ത് എന്താണ്? വർണ്ണവിവേചനം നടക്കുന്ന കാലഘട്ടത്തിലാണ് ആര് വന്നത്? ഗാന്ധിജി വന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതി: ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഗാന്ധിജിയുടെ. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച പത്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. ഈ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച്
കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തവരാണ്. അപ്പോൾ ഇതൊക്കെ കൊട്ടേഷൻ, ഈ കോട്ടൊക്കെ ചോദിക്കാം. രണ്ടാം ഭൂപർ യുദ്ധകാലത്ത് യുദ്ധക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അപ്പോൾ ഗാന്ധിജി രണ്ടാം ഭൂപർ യുദ്ധകാലത്ത് എവിടെ ഉണ്ടായിരുന്നു? ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? യുദ്ധക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ആര് പങ്കെടുത്തു? നമ്മുടെ ഗാന്ധിജി പങ്കെടുത്തു. സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമര രീതികൾ ഗാന്ധിജി പരീക്ഷിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. അപ്പോൾ സത്യാഗ്രഹം, അതുപോലെ നിസ്സഹകരണം, പിന്നെന്താണ്, നിയമലംഘനം തുടങ്ങിയ സമരരീതികൾ ഗാന്ധിജി പരീക്ഷിച്ചത് എവിടെയാണ്? നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് ഏതറിയപ്പെടുന്നത്? ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഇനി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. ദക്ഷിണാഫ്രിക്ക ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി. അപ്പോൾ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലെ ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമാക്കിയ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ആ സമയത്ത് എന്ത് ചെയ്തു? അവിടെ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചു? വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടിയാണ് അധികാരത്തിലെത്തിയത്. പാർപ്പിടം, ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇവർ വെള്ളക്കാരുടെ നേതൃത്വത്തിലാണല്ലോ പാർട്ടി അധികാരത്തിൽ വന്നത്. അപ്പോൾ അതോടുകൂടി അവിടെ പാർപ്പിടം, ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങളാണ് ആര് കൊണ്ടുവന്നത്? ഈ വെള്ളക്കാർ കൊണ്ടുവന്നത്. കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ശക്തമായി. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിച്ചു. അപ്പോൾ കറുത്തവരും വെളുത്തവരും എന്നുള്ള വംശീയ വേർതിരിവുണ്ടായി. അവിടെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിച്ചു. ഈ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടത്. അപ്പോൾ പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടത് ഏത് സംഘടനയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് എന്ത് ചെയ്തത്? പിൽക്കാലത്ത് എന്തായി മാറിയത്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് അറിയപ്പെട്ടത്. വിവേചനരഹിത ദക്ഷിണാഫ്രിക്ക പടുത്തുയർത്തുന്നതിനെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ പല സമരമാർഗങ്ങളും ആവിഷ്കരിച്ചു. അപ്പോൾ വിവേചനരഹിതമായ ദക്ഷിണാഫ്രിക്ക പടുത്തുയർത്തുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള സമരമാർഗങ്ങളും എന്ത് ചെയ്തു? ആവിഷ്കരിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ അടിച്ചമർത്തൽ നിയമങ്ങളും അവയുടെ ഫലങ്ങളുമാണ് ഇനി പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന നിയമങ്ങൾ, എന്തായിരുന്നു ആ നിയമത്തിൻ്റെയൊക്കെ ഫലങ്ങൾ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത് ഖനി തൊഴിൽ നിയമം, അതായത് ദ മൈൻ ആൻഡ് വർക്ക്സ് റെഗുലേഷൻ ആക്ട് എന്ന് പറയും. ഖനി തൊഴിൽ നിയമം. ഈ ഖനി തൊഴിൽ നിയമം കൊണ്ടുവന്നതിൻ്റെ പ്രത്യേകത, ഫലങ്ങൾ എന്താണ്? വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗ്ഗക്കാർക്കായി മാത്രം എന്ത് ചെയ്തു? സംവരണം ചെയ്തു. അപ്പോൾ വൈദഗ്ധ്യം ആവശ്യമുള്ളതാണല്ലോ ഖനികളിലെ തൊഴിലെന്ന് പറയുന്നത്. അപ്പോൾ അത് ആർക്ക് മാത്രമായിട്ട്? വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തു. ഇനി രണ്ടാമത്തത് എന്താണ്? പ്രാദേശിക നിയമം. പ്രാദേശിക ഭൂമി നിയമം എന്ന് പറയുമ്പോൾ എന്താണ്? നേറ്റീവ് ലാൻഡ് ആക്ട് കൊണ്ടുവന്നു. ഇതെന്താണ് പ്രത്യേകത? കറുത്തവർക്ക് റിസർവുകൾ എന്ന പേരിൽ എന്ത് ചെയ്തു? നീക്കിവെച്ച പ്രത്യേക പ്രദേശങ്ങളിലല്ലാതെ മറ്റിടങ്ങളിൽ നിന്നും ഭൂമി വാങ്ങാൻ അവകാശമില്ല. അപ്പോൾ പ്രാദേശിക ഭൂനിയമം എന്ന് പറഞ്ഞാൽ കറുത്തവർക്കായിട്ട് എന്ത് ചെയ്തു? റിസർവ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളിൽ നിന്നല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റ് സ്ഥലങ്ങളിൽ പോയി ഭൂമി വാങ്ങാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിയമമാണ് പ്രാദേശിക ഭൂനിയമം എന്ന് പറയുന്നത്. ഇനി പ്രാദേശിക നഗരപ്രദേശ നിയമം. അപ്പോൾ എന്താണ് പ്രാദേശിക നഗരപ്രദേശ നിയമം എന്ന് പറഞ്ഞാൽ? കറുത്ത വർഗ്ഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോൾ കറുത്ത വർഗ്ഗക്കാർക്ക് എന്തില്ല? നഗരപ്രദേശങ്ങളിലേക്ക്
എന്തില്ല, പ്രാദേശിക നഗരപ്രദേശ നിയമം, അവർക്ക് നഗരപ്രദേശങ്ങളിൽ പ്രവേശനം നിഷേധിച്ചു. അതാണ് എന്ത്, പ്രാദേശിക നഗരപ്രദേശ നിയമം എന്ന് പറയുന്നത്. ഇനി വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം എന്താണ്, കറുത്ത വർഗക്കാരെ പൊതു വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അതാണ് വോട്ടർമാർക്കുള്ള പ്രത്യേക പ്രാതിനിധ്യ നിയമം. ഇതൊക്കെ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ നിലവിൽ വന്ന നിയമങ്ങളും അതിൻ്റെ ഫലങ്ങളുമായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ കഥാനായകനായ നെൽസൺ മണ്ടേലയെ കുറിച്ചാണ്. നോക്കാം. 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കീ പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. അപ്പം നെൽസൺ മണ്ടേല ജനിച്ച രാജകുടുംബത്തിൻ്റെ പേരാണ് ഏത്, തെമ്പു എന്ന് പറയുന്ന രാജകുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഏത് പ്രവിശ്യയിലാണ്, ട്രാൻസ്കീ പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് നമ്മുടെ നെൽസൺ മണ്ടേല 1918 ജൂലൈ 18 ജനിക്കുന്നത്. രോ ലിഹിലാഹ്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം രോ ലിഹിലാഹ്ല എന്നതാണ് ആരുടെ യഥാർത്ഥ പേര്, നമ്മുടെ നെൽസൺ മണ്ടേലയുടെ യഥാർത്ഥ പേര് രോ ലിഹിലാഹ്ല എന്നാണ്. അപ്പോൾ പിതാവ് മാഡിബ, അദ്ദേഹത്തിൻ്റെ പിതാവാര മാഡിബയാണ്. വംശത്തിൻ്റെ തലവനായിരുന്ന ഗാഡില ഹെൻറി മണ്ടേലയും മാതാവ് പിതാവ് മാഡിബ വംശത്തിൻ്റെ തലവനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ആരാണ്, മാഡിബ വംശത്തിൻ്റെ തലവനായിരുന്ന ഗാഡില ഹെൻറി മണ്ടേല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്, ഗാഡില ഹെൻറി മണ്ടേലയാണ്. ഇദ്ദേഹം ഏത് വംശത്തിൻ്റെ തലവനാ, മാഡിബ എന്ന് പറയുന്ന വംശത്തിൻ്റെ തലവനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഗാഡില ഹെൻറി മണ്ടേല. മാതാവ് നോസ്കെനി ഫാന്നിയുമാണ്. അപ്പോൾ മാതാവിൻ്റെ പേര് നോസ്കെനി ഫാന്നി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു. അപ്പോൾ ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു, പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. അദ്ദേഹം അതിനുശേഷം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം അതുപോലെ സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും റിസർച്ച് ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു, അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു. നമ്മുടെ നെൽസൺ മണ്ടേല. ഇപ്പം നെൽസൺ മണ്ടേലയുടെ യഥാർത്ഥ പേര് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്, രോ ലിഹിലാഹ്ല എന്നായിരുന്നു കേട്ടോ. ഇതൊക്കെ പഠിക്കണമെങ്കിൽ കുറേ നേരം നാക്ക് ഓടിക്കേണ്ടി വരും. അപ്പോൾ അത്രയ്ക്ക് കടുപ്പുള്ള പേരാണ് നമ്മുടെ നെൽസൺ മണ്ടേല. എന്തായാലും മണ്ടേല തന്നെയാണ് സൂപ്പർ പേര്. ഓക്കെ, അപ്പം നമ്മൾ പറയുന്ന എന്താണ്, ലോങ് വാക്ക് ടു ഫ്രീഡം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. നെൽസൺ മണ്ടേല എഴുതിയ ഒരു പ്രധാന പുസ്തകമാണ് ഇത്, ലോങ് വാക്ക് ടു ഫ്രീഡം. എന്താണ് ഈ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന കുറച്ച് ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിലെ ആദ്യ ദിവസം എൻ്റെ ടീച്ചർ മിസ് എംഡിൻഗേൻ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി. അക്കാലത്തെ ആഫ്രിക്കക്കാരുടെ ഇടയിൽ ഇത് പതിവായിരുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാരണമായിരുന്നു. അന്ന് മിസ് എഡിൻഗേൻ എന്നോട് പറഞ്ഞു, എൻ്റെ പുതിയ പേര് നെൽസൺ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പ്രത്യേക പേര് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നെൽസൺ മണ്ടേല എന്തായി മാറിയത്, നെൽസൺ മണ്ടേലയായി മാറിയത്. അപ്പം നെൽസൺ എന്ന പേര് ആരാ കൊടുത്തത്, മിസ് എഡിൻഗേൻ ആണ്. മിസ് എംഡിൻഗേൻ ആണ് ആർക്ക് നമ്മുടെ നെൽസൺ മണ്ടേലയ്ക്ക് നെൽസൺ എന്ന പേര് നൽകിയത്. അപ്പോൾ 1994 അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു ആഫ്രിക്കൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രിയിൽ ജനിക്കുന്നു. അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരൻ്റെ മാത്രം ജോലികൾ ചെയ്യാനും ആഫ്രിക്കൻ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്കെടുക്കാനും ആഫ്രിക്കൻ്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാനും നിർബന്ധിക്കപ്പെടുന്നു. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും തടഞ്ഞു നിർത്തി പാസ് ഹാജരാക്കാൻ അവനോട് ഉത്തരവിടുന്നു. അതില്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിൽ എറിയുന്നു. അവൻ്റെ വളർച്ചയെ തളർത്തി
അമർത്തുകയും അവൻ്റെ കഴിവുകളെ കെടുത്തുകയും അവൻ്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായ വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവൻ്റെ ജീവിതത്തെ ചുറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ ലോങ് ബാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിൽ നെൽസൺ മണ്ടേല എന്ത് ചെയ്തതാണ്, വിവരിച്ചിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കൻ ജനത അഭിമുഖീകരിക്കേണ്ടി വന്ന ജാതി വ്യവസ്ഥകളെക്കുറിച്ച് നെൽസൺ മണ്ടേല നടത്തിയ പരാമർശമാണ് അപ്പോൾ നമ്മൾ മുകളിൽ വായിച്ചത്. മാതാപിതാക്കൾ നൽകിയ പേരിന് പകരം നെൽസൺ മണ്ടേലയ്ക്ക് ടീച്ചർ പുതിയ പേര് നൽകാൻ കാരണം എന്താണ്? അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ എന്തെല്ലാം അടിച്ചമർത്തലുകളാണ് നേരിട്ടിരുന്നത്? കോളനിവൽക്കരണത്തിൽ നിന്നും വർണ്ണവിവേചനത്തിൽ നിന്നും തദ്ദേശീയ ജനതയെ മോചിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട നെൽസൺ മണ്ടേല എന്ത് ചെയ്തു? തൻ്റെ നാടിൻ്റെയും ജനങ്ങളുടെയും വിമോചനത്തിനായി അക്ഷീണം പ്രയത്നിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ജനതയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു. നെൽസൺ മണ്ടേല യുവജനങ്ങളെ അണിനിരത്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിച്ചു. അപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിച്ചത് ആരാണ്? നെൽസൺ മണ്ടേലയാണ്. ഈ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തു. അതിനുശേഷം ഈ യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഈ സംഘടന എന്ത് ചെയ്തു? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ അംഗമെടുക്കുകയും ചെയ്തു. വാൾട്ടർ സിസിലു, ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുറ്റു എന്നിവരായിരുന്നു മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ച മറ്റു പ്രധാന നേതാക്കൾ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ച മറ്റു നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ആരൊക്കെയാണ്? വാൾട്ടർ സിസിലു, ഒലിവർ താംബോ, പിന്നെ ആരാണ്? ഡെസ്മണ്ട് ടുട്ടു. ഇവർ 3 പേരും. അപ്പോൾ സിസിലു, താംബോ, ടുട്ടു ഇവർ 3 പേരുമാണ് ദക്ഷിണാഫ്രിക്കയിലെ വിമോചനത്തിന് വേണ്ടി ആർക്കൊപ്പം പ്രവർത്തിച്ചത്? നമ്മുടെ നെൽസൺ മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ചത്. വർണ്ണവിവേചനത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പാർത്തൈഡ് അല്ലെങ്കിൽ വർണ്ണവിവേചനം. എന്താണ് വർണ്ണവിവേചനം എന്ന് പറഞ്ഞാൽ? കറുത്ത വർഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിൻ്റെ സാമൂഹ്യ ക്രമമാണ് വർണ്ണവിവേചനം. അപ്പോൾ വർണ്ണവിവേചനം എന്ന് പറഞ്ഞാൽ കറുത്ത വർഗക്കാർക്കെതിരെ എങ്ങനെയാണ് അവരെ വംശീയമായും സാമ്പത്തികമായിട്ടും എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്ന ഒരു സാമൂഹ്യ ക്രമമാണ് വർണ്ണവിവേചനം എന്ന് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ഇതര ജനവിഭാഗങ്ങളിൽ നിന്ന് വെളുത്ത വർഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറപ്പാക്കപ്പെട്ടു. അപ്പോൾ കറുത്ത വർഗക്കാരെ ഒഴിവാക്കി ആർക്ക് പ്രധാന പരിഗണന നൽകി? വെളുത്ത വർഗക്കാർക്ക് പരിഗണന നൽകുകയുണ്ടായി. 1948 അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് വർണ്ണവിവേചനം നിയമാനുസൃതമാക്കി. അപ്പോൾ 1948 ദക്ഷിണാഫ്രിക്കയിൽ ഒരു പാർട്ടി രൂപം കൊണ്ടു. അതാണ് നാഷണൽ പാർട്ടി എന്ന് പറയുന്നത്. ഇവരും എന്ത് ചെയ്തു? ഈ വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? വർണ്ണവിവേചനം നിയമാനുസൃതമാക്കി. വർണ്ണവിവേചനം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നിയമങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് താഴെ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തതാണ് പാസ് നിയമം. എന്താണ് പാസ് നിയമം എന്ന് നോക്കാം. പാസ് നിയമം കറുത്ത വർഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പ്രത്യേക അനുമതി പത്രങ്ങൾ ആവശ്യമായിരുന്നു. അപ്പോൾ കറുത്ത വർഗക്കാരനാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പ്രത്യേകിച്ചൊരു പാസ് കാണിക്കണം. പ്രത്യേകിച്ചുള്ള അനുമതി പാസ് വേണം. അതാണ് അല്ലെങ്കിൽ ഇതിനെ പാസസ് അല്ലെങ്കിൽ അനുമതി പത്രങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പാസ് നിയമം. ഇനി ഗ്രൂപ്പ് ഏരിയ നിയമം. എന്താണ് ഈ ഗ്രൂപ്പ് ഏരിയ നിയമം എന്ന് പറഞ്ഞാൽ? വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി ഈ വ്യവസ്ഥ മഹാവർണ്ണ വിവേചനം എന്നറിയപ്പെട്ടു. അപ്പോൾ എന്താണ്? ഈ ഗ്രൂപ്പായിട്ട് തിരിക്കും. ആളുകളെ ഗ്രൂപ്പ് ഏരിയ, ഓരോ ഏരിയയിലുള്ള ആളുകളെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേകം പ്രദേശങ്ങളിലേക്ക് മാറ്റും. ഈ വ്യവസ്ഥയാണ് മഹാവർണ്ണ വിവേചനം അല്ലെങ്കിൽ ഗ്രേറ്റ് അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു നിയമമുണ്ട്, ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം. ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമത്തിൽ എന്താണ്? 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. അപ്പോൾ ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം എന്താ സൂചിപ്പിക്കുന്നത്? 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. ഇനി ബൻഡു അധികാര നിയമം. എന്താണ് ബൻഡു അധികാര നിയമം എന്ന് പറയുന്നത്? കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ കറുത്ത വർഗക്കാർ
വർഗക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്തു, ഒരു പ്രത്യേക പ്രദേശത്തിൽ എന്ത് ചെയ്തു, പൗരന്മാരായിട്ട് മാറ്റി. അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അതാണ് ബന്ധു അധികാര നിയമം എന്ന് പറയുന്നത്. ഇനി പ്രത്യേക സൗകര്യ സംവരണ നിയമമുണ്ട്. എന്താണ് ഈ പ്രത്യേക സൗകര്യ സംവരണ നിയമം? മൈതാനങ്ങൾ, ബീച്ചുകൾ, അതുപോലെ ബസ്, ആശുപത്രി, സ്കൂളുകൾ, പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വച്ചിരിക്കുന്ന പ്രത്യേക സൗകര്യ സംവരണ നിയമമുണ്ട്. ആ സംവരണ നിയമത്തിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്തു, സ്ഥലങ്ങളിലൊക്കെ പൊതു ഇടങ്ങളിലൊക്കെ അവരെന്ത് ചെയ്തു, സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു. പ്രധാനമായിട്ട് അത് എവിടെയാണ്? മൈതാനങ്ങൾ, ബീച്ചുകൾ, ബസ്, ഹോസ്പിറ്റൽ, സ്കൂളുകൾ, പാർക്ക് തുടങ്ങിയ പൊതുയിടങ്ങളിലാണ് പ്രത്യേക സൗകര്യ സംവരണ നിയമം ഏർപ്പെടുത്തിയത്. ഇനി ബന്ധു വിദ്യാഭ്യാസ നിയമം ഏർപ്പെടുത്തി. കറുത്ത വർഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം എന്ത് ചെയ്തു, അവകാശം നൽകി. അപ്പോൾ കറുത്ത വർഗക്കാരാണെങ്കിൽ അവർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകി. ആ വിദ്യാഭ്യാസമാണ് ബന്ധു വിദ്യാഭ്യാസ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ ഉള്ള പ്രധാനപ്പെട്ട നിയമങ്ങളെന്ന് പറയുന്നത്. ഇനി പ്രത്യേക സൗകര്യ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന ചില മുന്നറിയിപ്പ് ബോർഡുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ, നോൺ വൈറ്റ് മെയിൽസ്. അപ്പോൾ വെള്ളക്കാർക്ക് നോൺ വൈറ്റ് മെയിൽസിനുള്ളതാണ് ഇത്. വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം. ഇത് കണ്ടോ, അവിടെ വെള്ളക്കാരല്ലാത്തവർക്ക് പ്രവേശിക്കാം. ഇനി പ്ലേ പാർക്ക് ഫോർ യൂറോപ്യൻ ചിൽഡ്രൻ ഓൺലി. നമ്മുടെ സ്പെഷ്യൽ പാർക്കുകളാണ് കേട്ടോ, സ്ലെഡ്ജസ്, അതുപോലെ പിന്നെ കുട്ടികൾക്കുള്ള സംഭവങ്ങൾ, യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ള കളിസ്ഥലം. ഇവിടെ ഇവിടെ മറ്റുള്ള കുട്ടികൾക്ക്, ഈ മറ്റേ കറുത്ത വർഗ്ഗക്കാർക്കോ അങ്ങനെയുള്ളവരൊന്നും അവിടെ കളിക്കാൻ വരാൻ പാടില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഇവിടെ വൈറ്റ് സൊള്ളി, അതായത് വെള്ളക്കാർക്ക് മാത്രമുള്ള സ്ഥലങ്ങൾ. ഇങ്ങനെ ഓരോ സ്ഥലത്തും എന്ത് ചെയ്തു, പ്രത്യേക ബോർഡുകൾ വെച്ച് വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലങ്ങൾ. പിന്നെ ഈ പൊതുസ്ഥലവും സൗകര്യങ്ങളും വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ കുറേ ബോർഡുകൾ മാത്രമുണ്ട്. മുന്നറിയിപ്പ്, തദ്ദേശീയരെ സൂക്ഷിക്കുക. അപ്പോൾ തദ്ദേശീയരായിട്ടുള്ളവർക്ക് ഒരു അവകാശവുമില്ല. ഡർബൻ തീര നിയമം സെക്ഷൻ 37 പ്രകാരം ഡർബൻ കടൽ തീരം വെളുത്ത വർഗ്ഗക്കാർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡർബൻ കടൽ തീരവും ആർക്ക് മാത്രമുള്ളത്, അവിടെയും ബോർഡ് വെച്ചു. അപ്പോൾ കറുത്ത വർഗ്ഗക്കാർ സ്വന്തം നാട്ടിൽ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തീവ്രതയാണ് ഈ മുന്നറിയിപ്പ് ബോർഡുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മുന്നറിയിപ്പ് ബോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ കാലഘട്ടത്തിലെ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരം മനുഷ്യത്വരഹിതമായ നിയമങ്ങൾ നടപ്പിലാക്കിയതോടെ ദക്ഷിണാഫ്രിക്കയുടെ ഉടമകളായിരുന്ന ജനങ്ങൾ വോട്ടവകാശമില്ലാത്തവരും ഭരണാവകാശവും വിദ്യാഭ്യാസാവകാശവും നിഷേധിക്കപ്പെട്ടവരുമായി തീർന്നു. അപ്പോൾ ഇങ്ങനെ മനുഷ്യത്വരഹിതമായ നിയമങ്ങളൊക്കെയാണ് അവിടെ നടപ്പിലാക്കിയത്. അതോടെ എന്ത് ചെയ്തു, ദക്ഷിണാഫ്രിക്കയുടെ ഉടമകളായിരുന്ന ജനങ്ങൾ എന്ത് ചെയ്തു, അവർക്ക് വോട്ടവകാശമില്ല, അവർക്ക് ഭരണാവകാശമില്ല, അവർക്ക് വിദ്യാഭ്യാസ അവകാശം, ഇതൊക്കെ നിഷേധിക്കപ്പെട്ടു. ഇനി ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ നോക്കിയിരിക്കുമോ? അങ്ങനെയാണ് നമ്മുടെ ഈ വർണ്ണവിവേചന നിയമങ്ങൾക്ക് എതിരെ നമ്മുടെ നായകന്മാരൊക്കെ വരുന്നത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയാം. കോളനിവൽക്കരണവും വർണ്ണവിവേചനവും ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. ഒരു സ്ഥലത്ത് കോളനിവൽക്കരണം, മറുസ്ഥലത്ത് വർണ്ണവിവേചനം, ഇതൊക്കെ എന്ത് ചെയ്തു, ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും തകർച്ച നേരിട്ടു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, സാംസ്കാരികമായും സാമ്പത്തികമായും ഒക്കെ ഇവരെന്ത് ചെയ്തു, തകർന്നു. ദേശീയ സമ്പദ് വ്യവസ്ഥ ദ്രുതഗതിയിൽ വളർന്നെങ്കിലും തദ്ദേശീയ ജനത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഖനിയുണ്ട്, വജ്രഖനിയുണ്ട്, സ്വർണ്ണഖനി, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്തു, തദ്ദേശീയ ജനത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും എന്ത് ചെയ്തു, ബുദ്ധിമുട്ടി. ഇത്തരം വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ദക്ഷിണാഫ്രിക്കൻ ജനത നടത്തിയ ചില പ്രധാന സമരങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിനായി രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിന് വേണ്ടി രാജ്യവ്യാപകമായി പ്രക്ഷോഭം നയിച്ചവരിലെ പ്രധാനിയായിരുന്നു ആര്, നെൽസൺ മണ്ടേല.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ആദ്യകാല പ്രക്ഷോഭങ്ങൾ തികച്ചും സമാധാനപരമായ നിയമലംഘന സമരങ്ങളായിരുന്നു. ആദ്യമൊക്കെ അവരെന്ത് ചെയ്തു? സമാധാനപരമായിട്ട് നിയമലംഘനം, നമ്മുടെ ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞ പോലെ നിയമലംഘന സമരങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിൻ്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആഹ്വാനമനുസരിച്ച് ഫാക്ടറി തൊഴിലാളികൾ, ഓഫീസ് ജീവനക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു? സമരങ്ങളിൽ ഒത്തുചേർന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിൻ്റെയും അതുപോലെ മറുഭാഗത്താര ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആഹ്വാനമനുസരിച്ച് ഫാക്ടറി തൊഴിലാളികളും ഓഫീസ് ജീവനക്കാരും ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഒത്തുചേർന്നു. പാസ് നിയമങ്ങൾ, നിരോധനാജ്ഞ എന്നിവയെ ചോദ്യം ചെയ്ത പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. നമ്മൾ നേരത്തെ കണ്ട പാസ് നിയമങ്ങളുണ്ടല്ലോ, ഈ നിയമങ്ങളെയും ഇവരെന്ത് ചെയ്തു? അതുപോലെ നിരോധനാജ്ഞ, ഇന്ന സ്ഥലങ്ങളിലൊന്നും പ്രവേശിച്ചുകൂടാ, ഇതിനെയൊക്കെ ആളുകൾ ചോദ്യം ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു? പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു തടവിലാക്കി. 1956 രാജ്യദ്രോഹ കുറ്റം ചുമത്തി നെൽസൺ മണ്ടേലയെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അങ്ങനെ 1956 എന്ത് ചെയ്തു? രാജ്യദ്രോഹ കുറ്റം ചുമത്തി ആരെ അറസ്റ്റ് ചെയ്തു? നമ്മുടെ നെൽസൺ മണ്ടേലയെ 1956 അറസ്റ്റ് ചെയ്തു. നീണ്ടകാലത്തെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്തു? കുറ്റവിമുക്തനാക്കി. ഒരു നീണ്ടകാല വിചാരണ, അതിനുശേഷമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? കുറ്റവിമുക്തനാക്കിയത്. ആഫ്രിക്കൻ വർഷമാണ് ഇനി അടുത്ത് നമ്മൾ പറയുന്നത്. എന്താണ് ആഫ്രിക്കൻ വർഷമെന്ന് നോക്കാം. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വർഷമാണ് 1960 എന്ന് പറയുന്നത്. അപ്പോൾ 1960 ആഫ്രിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമാണ്. എന്താണ് പ്രത്യേകത? 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷത്തിന് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൽ എത്ര? 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം എന്നാണ് 1960 17 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇനിയോ പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പ് വിൽ എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തതും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിനെതിരായ സായുധ കലാപം ആരംഭിച്ചതും 1960 അപ്പോൾ ഈ പാസ് നിയമങ്ങൾക്കെതിരെ ആ ഷാർപ്പ് വിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകൾ എന്ത് ചെയ്തു? സമരം ചെയ്തു. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഈ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുകയും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചതും എന്നാണ് 1960 അപ്പോൾ ഇതിനെതിരെ അവരെന്ത് ചെയ്തു? സായുധ കലാപം ആരംഭിച്ചു. ഇനി നമ്മൾ റോബൻ ദ്വീപിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്താണ് റോബൻ ദ്വീപിൻ്റെ പ്രത്യേകത? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ അല്ലെങ്കിൽ കാലാപാനി ജയിലിലുള്ള പ്രാധാന്യമാണ് ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത്. അപ്പോൾ നമ്മൾ കാലാപാനി സിനിമ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ അത് കാണുക. അപ്പോൾ അതിൽ എന്താണ് കാലാപാനി എന്ന് പറയുന്ന സെല്ലുലാർ ജയിൽ, ആൻഡമാൻ ദ്വീപിലെ ഒരു ജയിലാണ് സെല്ലുലാർ ജയിൽ. അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിലിനുള്ള അതേ പ്രത്യേകതയാണ് ഏതിനുള്ളത്? ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത്. അപ്പോൾ നമ്മുടെ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിലിലുള്ള പ്രത്യേകതയുള്ള ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ, ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിലെ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? റോബൻ ദ്വീപാണ്. അറസ്റ്റിലാകുന്ന ആഫ്രിക്കൻ നേതാക്കളെ നാട് കടത്താനായി ഉപയോഗിച്ചിരുന്ന ദ്വീപാണ് റോബൻ ദ്വീപ്. അപ്പോൾ ഈ ആഫ്രിക്കയിൽ അറസ്റ്റ് ചെയ്യുന്ന നേതാക്കന്മാരെയൊക്കെ ഇവർ എവിടോട്ട് നാട് കടത്തും? ഈ നേതാക്കന്മാരെയൊക്കെ റോബൻ ദ്വീപിലോട്ടായിരുന്നു നാട് കടത്തിയിരുന്നത്. 18 വർഷം നെൽസൺ മണ്ടേല തടവിൽ കഴിഞ്ഞത് ഈ റോബൻ ദ്വീപിലാണ്. അപ്പോൾ 18 വർഷമാണ് നെൽസൺ മണ്ടേല റോബൻ ദ്വീപിൽ എന്ത് ചെയ്തത്? തടവിൽ കഴിഞ്ഞത്. വോട്ടവകാശം, വർണ്ണവിവേചനമില്ലാത്ത ഭരണഘടന, പാസ് നിയമങ്ങൾ പിൻവലിക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വീട്ടിലിരിപ്പ് എന്ന പുതിയ സമരരീതി സംഘടിക്കപ്പെട്ടു. അപ്പോൾ എന്താണ് ഈ വോട്ടവകാശത്തിനും വർണ്ണവിവേചനത്തിനും അതുപോലെ പാസ് നിയമങ്ങൾക്കും എതിരെ എന്ത് ചെയ്തു? ആളുകൾ വീട്ടിലിരുന്ന് എന്ത് ചെയ്തു? പുതിയ സമരരീതി സംഘടിക്കപ്പെട്ടു. സ്റ്റേ അറ്റ് ഹോം അഥവാ വീട്ടിലിരിപ്പ് സമരം. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമരത്തിനും നേതൃത്വം നൽകിയത്. അപ്പോൾ ഇതിനും നേതൃത്വം നൽകിയത് ആരാണ്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഏതിനും നേതൃത്വം നൽകിയത്? ഈ വീട്ടിലിരിപ്പ് സമരത്തിന് നേതൃത്വം നൽകിയത്. തദ്ദേശീയരും ഇന്ത്യക്കാരുമായ തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ഫാക്ടറികൾ, തുണിമില്ലുകൾ, വിദ്യാലയങ്ങൾ ഇവയെല്ലാം അടഞ്ഞുകിടന്നു. അപ്പോൾ എല്ലാവരും ഫാക്ടറികളും ഇതെല്ലാം ജോലികളും ഓഫീസുകളും ഒക്കെ ഒഴിവാക്കി എന്ത് ചെയ്തു? വീട്ടിലിരിപ്പ് തുടങ്ങി.
അപ്പോൾ ഈ പണിമുടക്ക് വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി. അപ്പോൾ ഇത് എന്ത് ചെയ്തു? ഫലം കണ്ടു. ഈ പണിമുടക്ക് വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി. അങ്ങനെ എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന സമരമായിരുന്നു വീട്ടിലിരിപ്പ് സമരം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേ ഹോം എന്ന് പറയുന്ന സമര രീതി ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമര രീതിയായിരുന്നു. സമാധാനപരമായ സമരങ്ങൾക്ക് ഫലം കാണാത്തതിനെ തുടർന്ന് നെൽസൺ മണ്ടേല സായുധ കലാപങ്ങൾക്ക് എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു. 1964 അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് നെൽസൺ മണ്ടേലയ്ക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. അപ്പോൾ 1964 എന്ത് ചെയ്തു? ഈ അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് അദ്ദേഹത്തെ എന്ത് ചെയ്തു? ജീവപര്യന്തം തടവ് വിധിച്ചു. റോബൻ ദ്വീപിലും പോൾസ്മൂർ ജയിലിലുമായി തുടർച്ചയായ 26 വർഷം കഠിനമായ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം ഏതൊക്കെ ജയിലിലാണ്? റോബൻ ദ്വീപിലും അതുപോലെ പോൾസ്മൂർ ജയിലിലുമായിട്ടായിരുന്നു 26 വർഷമാണ്. 26 വർഷം 1964 മുതൽ 26 വർഷം അദ്ദേഹം എന്ത് ചെയ്തു? കഠിനമായ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ലോകരാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് വർണ്ണവിവേചനം എന്ന പ്രമേയം പാസ്സാക്കി. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വന്നു, എന്ത് ചെയ്തു? മനുഷ്യത്വത്തിനെതിരെയുള്ള വിവേചനമാണ് എന്ന്, വർണ്ണവിവേചനം എന്ന് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണെന്ന് ആര് പറഞ്ഞു? വർണ്ണവിവേചനം എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു. ഇതോടെ നാട്ടിലാകെ കലാപങ്ങൾ പടർന്നു. അപ്പം ഇത് ഇങ്ങനെ ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി എന്ത് ചെയ്തു? നാട്ടിലാകെ കലാപങ്ങൾ പടർന്നു. ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താൻ ഗവൺമെൻറ് 1984 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താനായിട്ട് എന്ത് ചെയ്തു? 1984 എന്ത് ചെയ്തു? അടിയന്തരാവസ്ഥ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ധാരാളം കറുത്ത വർഗ്ഗക്കാർ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അപ്പോൾ 1984 ഒരുപാട് സംഘർഷങ്ങളുണ്ടായി, ഒരുപാട് കറുത്ത വർഗ്ഗക്കാർ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു. പ്രക്ഷോഭങ്ങൾ അനിയന്ത്രിതമായപ്പോൾ വർണ്ണവിവേചനം നിർത്തലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അപ്പോൾ പ്രക്ഷോഭങ്ങൾ എന്ത് ചെയ്തു? അനിയന്ത്രിതമായി നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലായപ്പോൾ എന്ത് ചെയ്തു? വർണ്ണവിവേചനം നിർത്തലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്ന നിരോധനം നീക്കുകയും ചെയ്തു. അപ്പോൾ തടവുകാരെയൊക്കെ വിട്ടയച്ചു, അതുപോലെ പാർട്ടികൾക്കുണ്ടായ നിരോധനം പിൻവലിച്ചു. അങ്ങനെ 1990 ഫെബ്രുവരി 11 നെൽസൺ മണ്ടേലയെ ജയിൽ മോചിതനായി. അപ്പോൾ 1990 ഫെബ്രുവരി 11 ആരാ? നമ്മുടെ നെൽസൺ മണ്ടേല ജയിൽ മോചിതനായി. 1991 വർണ്ണവിവേചനം പിൻവലിക്കപ്പെട്ടു. അങ്ങനെ 1991 എന്ത് ചെയ്തു? വർണ്ണവിവേചനം പിൻവലിക്കപ്പെട്ടു. 1994 നടന്ന ആദ്യത്തെ ജനകീയ തിരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ നെൽസൺ മണ്ടേല ജയിൽ മോചിതനായത് വർഷം എന്നാണ്? 1990 ഫെബ്രുവരി 11. ഇനി 1991 എന്ത് പിൻവലിച്ചത്? വർണ്ണവിവേചനം പിൻവലിക്കുന്നു. 1991 വർണ്ണവിവേചനം പിൻവലിക്കുന്നു. 1994 എന്ത് സംഭവിച്ചു? ആഫ്രിക്കയിൽ ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ആരാ വിജയിച്ചത്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു. അതുപോലെ തന്നെ സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായിട്ട് ആരെ തിരഞ്ഞെടുത്തു? നമ്മുടെ നെൽസൺ മണ്ടേലയെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി സ്ഥാനമേറ്റ നെൽസൺ മണ്ടേലയുടെ ആദ്യ പ്രസംഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അറിയാൻ പ്രഖ്യാപിക്കുന്നു. ദക്ഷിണാഫ്രിക്ക ഈ രാജ്യത്ത് വസിക്കുന്ന കറുപ്പും വെളുപ്പുമുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ ജനങ്ങളുടെ ഇച്ഛയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലാതെ ഒരു ഗവൺമെൻറ്റിനും ന്യായമായ അധികാരം അവകാശപ്പെടാനാവില്ല. അപ്പോൾ 1994 സ്വതന്ത്ര ചാർട്ടറിൻ്റെ പ്രാരംഭ വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ഈ പ്രസംഗത്തിലൂടെ ആഫ്രിക്കക്കാർ ഒറ്റ ജനതയായി നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം നെൽസൺ മണ്ടേല എന്ത് ചെയ്തു? ഓർമ്മിപ്പിച്ചു. അപ്പോൾ 1994 മുതലാണ് നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തത്? ദക്ഷിണാഫ്രിക്ക ഒരു സ്വതന്ത്ര ഒരു വർണ്ണവിവേചനമില്ലാത്ത എല്ലാവരെയും തുല്യമായി കണ്ട ഒരു രാജ്യമായിട്ട് മാറിയത്. അപ്പോൾ ഒരേ പ്രദേശത്ത് വ്യത്യസ്ത വംശങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന വർത്തമാനകാലത്ത് നെൽസൺ മണ്ടേല ഉയർത്തിപ്പിടിച്ച സഹവർത്തിത്വ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാണ്.
അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ തുടർ പ്രവർത്തനങ്ങളിൽ വേറെ വലുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ദക്ഷിണാഫ്രിക്കയിൽ വെളുത്ത വർഗ്ഗക്കാർ നടപ്പിലാക്കിയ കോളനി വൽക്കരണവും വർണ്ണവിവേചനവും കറുത്ത വർഗ്ഗക്കാരുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമാക്കിയെന്ന് അതിനെക്കുറിച്ചിട്ട് കുട്ടികൾക്കാണ് വിവേചനത്തിൻ്റെ വേരറുക്കാൻ അവർ നടത്തിയ പോരാട്ടങ്ങൾ നാടകരൂപത്തിൽ അവതരിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ദക്ഷിണാഫ്രിക്കയുടെ വർണ്ണവിവേചന വിരുദ്ധ സമരങ്ങളുടെ സംഭവബഹുലമായ നാൾവഴികൾ ഉൾപ്പെടുത്തി ടൈം ലൈൻ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് തുടർ പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വർണ്ണവിവേചനത്തിനെതിരെ അല്ലെങ്കിൽ വിവേചനത്തിനെതിരെ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.